റെക്കോർഡിംഗ് ഓൺ ആണ് മാഡം, തുടങ്ങിക്കോളൂ. ഓക്കെ, പറയുന്ന കേൾക്കണ്ടല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞാന് എക്സ്പേർട്ട് അല്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് തുടങ്ങിയതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി അതിന്റെ ഭാഗത്ത് ചർച്ചയിലൊക്കെ പങ്കെടുക്കുക. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതേ സെയിം പുസ്തകം തന്നെ നമുക്ക് തന്നിരിക്കുന്ന നോട്ടിനെ അതേപടി ഫോളോ ചെയ്തിട്ട് ഒരു പവർ പോയിന്റ് ഉണ്ടായിട്ടുണ്ട്, അത് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ കോഴ്സ് MPC 003 യൂണിറ്റ് 1 ഡെഫിനിഷൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ ആൻഡ് നിർവചനവും ആശയവും, പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ ആശയത്തിന്റെ ഡെഫിനിഷൻ, നിർവചനം എന്താണ്, അതിനിപ്പോ എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇത്തരം കാര്യങ്ങളാണ് ആ യൂണിറ്റിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അതിന്റെ ആ ഒരു യൂണിറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് ഇൻട്രൊഡക്ഷൻ പാർട്ടുണ്ട്, പിന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഡെഫിനിഷൻ കൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി, അതിന്റെ അകത്ത് തന്നെ എടുത്തതാണ്. അപ്പൊ നമ്മൾ സാധാരണ ഒരു സോഷ്യൽ നോം, ഒരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തി നല്ല പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് നമ്മൾ എങ്ങനെയാ പറയാ? അപ്പൊ ആ വ്യക്തിക്ക് നന്നായിട്ട് എബിലിറ്റി ടു ടോക്ക് ആൻഡ് ഇന്ററാക്ട് വിത്ത് അതേഴ്സ്, ആളുകളോട് നന്നായിട്ട് ഇടപെടാൻ പറ്റുക, നല്ല രീതിയിലേക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള ആളുകൾ നോക്കിയിട്ട് നമ്മൾ എന്ത് പറയുന്നു പറഞ്ഞാൽ അയാൾ നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളുകളാണ്. അതുപോലെ തന്നെ എന്താണ്, ഗുഡ് ലുക്കിംഗും ആണെങ്കിൽ മറ്റുള്ളവരൊക്കെ പറയാം അയാൾ നല്ല പേഴ്സണാലിറ്റി ആണെന്ന് പറയും. സാധാരണ ലേമൻ ലാംഗ്വേജിൽ നമ്മളൊക്കെ സാധാരണ സോഷ്യൽ നോം പ്രകാരം പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ ഈ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കണ്ടാൽ അത്ര ഭംഗിയൊന്നും തോന്നുന്നില്ല. അതായത് ഭംഗി എന്ന് പറയുന്ന സാധനം റിലേറ്റീവ് ആണ്, നമുക്ക് തോന്നാത്ത, അതേസമയം നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊന്നും പറ്റാത്ത ആളുകളൊക്കെ നമ്മൾ എന്ത് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ അത്ര പേഴ്സണാലിറ്റി ഇല്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ച് ഈ പറയുന്ന രീതിയിലേക്ക് സോഷ്യൽ നോമിന് എന്ത് ചെയ്യുന്നില്ല, അവരെന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ, ഒന്നാമത് ഈ രീതിയിലേക്ക് നമ്മൾ പേഴ്സണാലിറ്റീനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ബിഹേവിയർ, നമ്മൾ ടൈപ്സ് ഓഫ് ബിഹേവിയർ, നമ്മൾ ഇതിൻ്റെ അകത്ത് ആകെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ബിഹേവിയറിന് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം എന്താ, ഈ പേഴ്സണാലിറ്റി സ്റ്റഡീൻ്റെ അകത്ത് ഒരുപാട് ബിഹേവിയേഴ്സ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത് ഉണ്ട് അതിൻ്റെ അകത്തുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് കുറെ കൂടി കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് ലിമിറ്റ്സ് ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ബിഹേവിയർ കൺസിഡർഡ് ഇമ്പോർട്ടന്റ് ആൻഡ് വർത്തി ഫോർ ഇൻകോർപ്പറേഷൻ ടു ദ സ്റ്റഡി ഓഫ് പേഴ്സണാലിറ്റി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അത് ലിമിറ്റ് ചെയ്യാണ്, അതിന്റെ ആ ഒരു നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ബിഹേവിയറിനെ നമ്മൾ ലിമിറ്റ് ചെയ്യാണ് നമ്മളുടെ ഒരു ആർഗ്യുമെന്റ് വെച്ച്. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ചില മനുഷ്യരുണ്ടാവും അവരുടെ യുണീക്ക് ആയിട്ടുള്ള എബിലിറ്റീസ് ഉള്ള ആളുകളുണ്ടാവും. അപ്പൊ നമുക്കറിയാം, ഇപ്പം ഈ സ്റ്റീഫൻ ഹോക്കിങ്സിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് യുണീക്ക് ആയിട്ടുള്ള എബിലിറ്റീസ് ഉണ്ട്, അത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് പക്ഷെ അവർ ഗുഡ് ലുക്കിംഗ്, നമ്മൾ ഈ പറയുന്ന സോഷ്യൽ നോമിന്റെ ഉള്ളിൽ വന്നോളണം എന്ന് നിർബന്ധമില്ല. അപ്പൊ അവര് എന്ത് ചെയ്യുന്നു, അവരൊന്നും തന്നെ പേഴ്സണാലിറ്റി ഇല്ലാത്തവരാന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആപ്ലിക്കേഷനിലേക്ക് അത് പോകും. അപ്പൊ യുണീക്ക് എബിലിറ്റീസും അവരുടെ ടെമ്പറമെന്റും ട്രെയ്റ്റ്സും, ചില ആളുകൾക്ക് പെട്ടെന്ന് ചൂടാവുന്ന ട്രെയ്റ്റ്സ് ആയിരിക്കും, അവരുടെ ബിഹേവിയർ ട്രെയ്റ്റ്സ് ആയിരിക്കും, അവരുടെ രീതി അതായിരിക്കും, കൺസിസ്റ്റന്റ്ലി അങ്ങനെ ആയിരിക്കും ചിലര്. പക്ഷെ ചില ആൾക്കാരുണ്ടാവും, അപ്പൊ നമ്മൾ പറയും ഗുഡ് പ്ലീസിങ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, അവരാണ് ഗുഡ് പേഴ്സൺ എന്ന് പറയും. പക്ഷെ ഈ വ്യക്തി നമ്മൾ നന്നായിട്ട് അറിയുമ്പോഴേ അറിയുള്ളൂ ഇവര് ചിലപ്പോൾ നല്ലതായിരിക്കും. അപ്പൊ നമുക്കത് തെറ്റായ രീതിയിലേക്കുള്ള ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ള ഡെഫിനിഷനിലേക്ക് അത് എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൈക്കോളജിസ്റ്റ് ഈ സോഷ്യൽ നോം വെച്ചിട്ട് നമ്മൾ പേഴ്സണാലിറ്റിനെ അസസ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുക, അത് ആ രീതിയിലേക്കല്ല, അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതിന് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട്, അതിന്റെ പരിമിതി എന്ന് പറയുന്ന രീതിയിലേക്ക് രണ്ടാണ് പറയുന്നത്. അപ്പൊ എന്താണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്, എന്താണ് സൈക്കോളജിസ്റ്റ് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സൈക്കോളജിസ്റ്റ് ഹാവ് അറ്റംപ്റ്റഡ് ടു എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ഇൻ ടേംസ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. രണ്ട് ടേംസിലാണ് പേഴ്സണാലിറ്റിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്, ആ ആശയത്തെ അവര് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ എന്താ, രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന് ഇൻഡിവിജ്വാലിറ്റി, രണ്ടത് കൺസിസ്റ്റൻസി, ഒരാളുടെ വ്യക്തിത്വവും അതുപോലെ തന്നെ അയാളുടെ സ്ഥിരതയും, കൺസിസ്റ്റൻസി. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരാളുടെ പേഴ്സണാലിറ്റീനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സൈക്കോളജിസ്റ്റുകൾ ശ്രമിക്കുന്നത്. അപ്പൊ അതിന് കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വ്യക്തിക്കും എല്ലാവരിലും ഉള്ള കുറെ ക്യാരക്ടർ. ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന മല്ലിക എന്ന് പറയുന്ന ഒരു വ്യക്തി, ലോകത്തിലെ എല്ലാ സ്ത്രീകളിലെ വ്യക്തികൾ, ഹ്യൂമൻ ബീയിങ്ങിന്റെ ക്യാരക്ടർ ഒക്കെ എനിക്കുണ്ടാവും. അപ്പം ഈച്ച് ഓഫ് us ഇൻ certain റെസ്പെക്ട്സ് ഈസ് ലൈക്ക് ഓൾ അതർ പേഴ്സൺസ്. അതുപോലെ എനിക്ക് എല്ലാവരെ പോലെ ആയിരിക്കും. ഞാൻ വെച്ചാൽ എന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മനുഷ്യ, സ്ത്രീ, ലോകത്തിലെ എല്ലാവരുടെയും ക്യാരക്ടറിസ്റ്റിക് നമുക്കുണ്ട്. അതേസമയം ലൈക്ക് സം അതർ പേഴ്സൺസ്, ലൈക്ക് നോ അതർ പേഴ്സൺസ് ഹു ഹാസ് ബീൻ ദ പാസ്റ്റ് ഓർ വില്ലിംഗ് ബി എക്സിസ്റ്റിംഗ് ഇൻ ദ ഫ്യൂച്ചർ. പിന്നെ
എന്താ ക്ലച്ചുവൺ മുറേ അതിന്റെ ഡെഫിനിഷൻ ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വെച്ചാൽ മനുഷ്യരെന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അതേസമയം ചില ട്രേറ്റ്സിൽ ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ ചില ആളുകൾ പറയും നിങ്ങൾ ഇതുപോലെയാണ്, നിങ്ങൾ ഫെമിനിസ്റ്റ് ആണ്, നിങ്ങളുടെ ലുക്ക് അങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആക്ടിവിസ്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇന്നത് തോന്നും എന്നൊക്കെ പറയാം. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഒരു ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഉണ്ടാവും. പിന്നെ അത് കൂടാതെ തന്നെ എന്ത് കഴിഞ്ഞാൽ ഒരാൾക്കും ഇല്ലാത്ത യുണീക്ക് ആയിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ഒരു പേഴ്സൺ ഉണ്ടാവും, ഒരു വ്യക്തിക്കുണ്ട്. അപ്പൊ 3 തരത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തിക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അപ്പം അവരുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് എന്ത് ചെയ്യുന്നു, ഈ വളരെ ബഹുമുഖമായിട്ടുള്ള വ്യക്തിത്വമാണ് ഒരാൾക്കുള്ളത്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്ത് എല്ലാവർക്കും ഉള്ള ക്യാരക്ടർ ഉണ്ടാവും, ചില ഗ്രൂപ്പിനുള്ള ക്യാരക്ടർ ഉണ്ട്. അപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആൾ പറയും ഒരു മലയാളീനെ പോലെയുണ്ട് എന്ന് പറയും. അതെന്താ വെച്ചാൽ നമ്മൾ മലയാളി ഗ്രൂപ്പിന്റെ ക്യാരക്ടർ ഉണ്ടാവും. അതേസമയം ചിലർ പറയും നിങ്ങൾ വളരെ ജെനുവിൻ ആണ്, യുണീക്ക് ആണ്, എന്നുവെച്ചാൽ നിങ്ങൾക്ക് തനതായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇത് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ എല്ലാ വ്യക്തികൾക്കും ഇത്തരത്തിലേക്കുള്ള മൂന്ന് തരത്തിലേക്കുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. And this highlights the multifaceted nature of individuality, emphasizing that human beings are unique yet share similarities on different levels. It underscores 3 distinct dimensions of identity. എന്താണ് ഇപ്പൊ മുകളിൽ പറഞ്ഞ ഒന്ന് യൂണിവേഴ്സാലിറ്റി ഉണ്ട്, എല്ലാവരിലുള്ള ക്യാരക്ടർ ഉണ്ട്, 2 ഗ്രൂപ്പ് സിമിലാരിറ്റി ഉണ്ട്, 3 യുണീക്നെസ് ഉണ്ട്. ഈ 3 ചേർന്നതാണ് ഒരു ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇൻഡിവിജ്വാലിറ്റി ആണ്, രണ്ടാമത് കൺസിസ്റ്റൻസി ആണ്. അപ്പൊ ഇൻഡിവിജ്വാലിറ്റിയിൽ ഈ 3 ഘടകങ്ങളുണ്ട്. ഒന്ന് യൂണിവേഴ്സാലിറ്റി, എല്ലാവരിലും ഉള്ള ക്യാരക്ടർ ഉണ്ടാവാം, പിന്നെ ചില ഗ്രൂപ്പിലുള്ള ക്യാരക്ടർ ഉണ്ടാവും, മൂന്നാമത് നമ്മുടെ മാത്രമുള്ള യുണീക്കായ ക്യാരക്ടർ ഉണ്ടാവും. രണ്ടാമത്തെ ഒരു ഘടകം പേഴ്സണാലിറ്റിയുടെ രണ്ടാമത്തെ ഒരു ഘടകം കൺസിസ്റ്റൻസി ആണ്. എ പേഴ്സൺ സീംസ് ടു ബിഹേവ് സംവാട്ട് കൺസിസ്റ്റന്റ്ലി ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻസ് ഓവർ ഡിഫറെന്റ് ടൈം. From this observation of perceived consistency comes the notion of personality traits that determine the way of responding to one's world. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യുന്നു, ഒരു കൺസിസ്റ്റന്റ് നാച്ചുറൽ ഉണ്ട്. ഇപ്പം നമ്മളിപ്പം ലൈഫ് ലോങ് അയാൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തിനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു രീതിക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും. ഇപ്പൊ ചില മനുഷ്യർ അറിയോ ഞാൻ നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് വരും, ഞാൻ നന്നായി, ഞാൻ അങ്ങനെ ഒന്നും ഞാൻ ചെയ്യൂല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ അയാൾ വീണ്ടും അത് തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ പറയും നീ അല്ലേ പറഞ്ഞു, അയാൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെയാണ്. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളായിരിക്കും, അവർക്ക് ദേഷ്യം വരുന്നു എന്ന് പറഞ്ഞാൽ അവർക്കറിയാം അത്, പക്ഷെ അത് അവരുടെ ഒരു ട്രെയിറ്റ് ആയിട്ട്, പേഴ്സണാലിറ്റി ട്രെയിറ്റ് ആയിട്ട് ഉള്ളതായിരിക്കും. ചിലപ്പോൾ അയാളുടെ ഒരു ക്യാരക്ടർ ആയിട്ട് വന്നിരിക്കുകയായിരിക്കും. അപ്പൊ അതിനെ എന്ത് ചെയ്യുന്ന ആ കൺസിസ്റ്റൻസി, അപ്പൊ അത് പാറ്റേൺ ആയിട്ട് നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും ഇവർ ബിഹേവ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ വരും. അപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 2 ഘടകങ്ങളാണ്. ഒന്ന് അവരുടെ ഇൻഡിവിജ്വാലിറ്റി, 2 അവരുടെ കൺസിസ്റ്റൻസിയും കൂടി ചേർന്നതാണ്. അപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വാലിറ്റി പ്ലസ് കൺസിസ്റ്റൻസി ആണ്. കമ്പൈനിങ് ദീസ് നോഷൻസ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി ആൻഡ് കൺസിസ്റ്റൻസി, പേഴ്സണാലിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റിങ്ക്റ്റീവ് ആൻഡ് unique ways in which each individual thinks, feels and acts which characterize a person's response throughout life. അപ്പം ഈ 3 ഘടകങ്ങളും കൂടി ചേർന്നിട്ടാണ് ഒരാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു വ്യക്തി അയാളുടെ തിങ്ക് ചെയ്യുന്നത്, അയാൾ ചിന്തിക്കുന്നത്, അല്ല അയാൾക്ക് ഫീൽ ചെയ്യുന്നത്, അയാൾ ആക്ട് ചെയ്യുന്നത്. ഈ 3 ഇതാണ് ആ പേഴ്സന്റെ എന്ത് ചെയ്യുന്ന വെച്ചാൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സാധനം. എന്ന് വെച്ചാൽ ഈ 2 കാര്യം ഇൻഡിവിജ്വാലിറ്റിയും അതുപോലെ തന്നെ കൺസിസ്റ്റൻസിയും ചേർന്നിട്ട് ഈ പേഴ്സണാലിറ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഡിഫൈൻഡ് ആസ് എ ഡിസ്റ്റിങ്ക്റ്റീവ് ആൻഡ് യുണീക്ക് വേ. എന്നുവെച്ചാൽ നമുക്ക് വളരെ കൃത്യമായും വേർതിരിച്ചറിയാവുന്ന അയാളുടെ തനതായിട്ടുള്ള ഒരു വേയിലാണ് ഓരോ വ്യക്തിയും ചിന്തിക്കുന്നത്. ആ തനതായ വേയിലാണ് ഓരോരുത്തർക്കും ഫീൽ ചെയ്യുന്നത്. ആ തനതായ വേയിലാണ് ഓരോ വ്യക്തിയും ആക്ട് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ചേർന്ന്, ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ ആ പേഴ്സൺസ് റെസ്പോൺസിനെ ത്രൂ ഔട്ട് ലൈഫിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ആളുടെ പേഴ്സണാലിറ്റി എന്ന രീതിയിലേക്ക് നമ്മൾ പറയുന്നത്. പിന്നെ ഹൗ പേഴ്സണാലിറ്റീസ് റിഫ്ലക്റ്റഡ്. അപ്പൊ നമുക്കറിയാം ഒരാളുടെ തിങ്കിങ്, അയാളുടെ ഫീലിംഗ്, അയാളുടെ ആക്ഷൻ, ഈ പറയുന്ന ഒരു സാധനം എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് റിഫ്ലക്ഷൻ വരുന്നത്. An individual's personality is reflected by the thoughts, feelings and actions. അപ്പൊ അയാളുടെ ചിന്തകളിലാണെങ്കിലും ഫീലിങ്സിലാണെങ്കിലും ആക്ഷൻസിലാണെങ്കിലും ആണ് അവർ റിഫ്ലക്ട് ചെയ്യുന്നത്. കാരണം അയാളുടെ ചിന്ത,
അയാൾ ചിന്തകൾ അയാളുടെ എഴുത്തായിട്ട് അയാൾക്ക് വേണമെങ്കിൽ അല്ലെ പറച്ചിലായിട്ടൊക്കെ വരാം. അയാളുടെ ഫീലിങ്സ്, വികാരം, ചിലപ്പോൾ കരച്ചിലായിട്ടായിട്ടും, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു പിന്നെ ഈ ഏതെങ്കിലും തരത്തിലേക്ക് ഇപ്പൊ ഇമോഷൻസ് കാണാം, ഫീലിങ്സും, അല്ല അയാളുടെ പ്രവൃത്തി. പലപ്പോഴും നമ്മൾ പറയും ഒരാൾ പറയുന്നുണ്ടാവും, പറയുന്നതായിരിക്കില്ല പ്രവർത്തിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ അകത്ത് പുറകിൽ അയാളുടെ ചിന്തയും അയാളുടെ ഫീലിങ്സും ഒക്കെ തന്നെ അയാളുടെ പ്രവൃത്തിയിലുണ്ടാവും. When thoughts, feelings, and actions are considered as the behavioral components of identity that make distinction between individuals. അപ്പൊ ഓരോ വ്യക്തിയുടെയും ഒരു ഇൻഡിവിജ്വൽസിനെയും അവരെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ അവരുടെ ബിഹേവിയറൽ കോമ്പണന്റ്, സ്വഭാവത്തിന്റെ ഒരു കോമ്പണന്റ് ആണ്, ഘടകമാണ്. അതിന് എന്തായാലും അവരുടെ സ്വഭാവ ഘടകമാണ്. അതെന്തൊക്കെയാണ്? തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ആക്ഷൻസ്. എന്നുവെച്ചാൽ അയാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സാധനം. ബിഹേവിയേഴ്സ് ആർ വ്യൂഡ് ആസ് ബീയിങ് പ്രൈമർലി കോസ്ഡ് ബൈ ഇന്റേണൽ റാദർ ദാൻ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. സാധാരണ ഇത് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ആയിട്ടുള്ള അയാളുടെ തോട്ട്സ്, അയാളുടെ ഫീലിങ്സ്, അയാളുടെ ആക്ഷൻസ്, ഇത് ഇന്റേണൽ ആയിട്ടുള്ള പ്രൈമറിലി ബേസ്, അടിസ്ഥാനപരമായിട്ട് ആ വ്യക്തിയുടെ തനതായിട്ടുള്ള സാധനം. അത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനേക്കാൾ ഒരു തനതാണ്. നമ്മൾ ഏതൊരു സിറ്റുവേഷനിൽ പോയാലും ഈ വ്യക്തികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. പക്ഷെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഈ ക്യാരക്ടറിസ്റ്റിക്സിനെ ചേഞ്ച് ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും പേഴ്സണാലിറ്റി ഒരിക്കലും വളരെ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന ഒന്നല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അതെന്ത് ചെയ്യുന്നുണ്ട്? ചലനാത്മകമാണ്, അത് മാറിക്കൊണ്ടിരിക്കുന്നതുമാണ്. പക്ഷെ പ്രൈമറിലി അല്ലെങ്കിൽ ബേസ് ആയി അടിസ്ഥാനപരമായി ഇതൊരു വ്യക്തിയുടെ ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ബിഹേവിയർ. The behavior of a person seems to have organization and structure. അപ്പൊ ഒരാളുടെ ബിഹേവിയറിന് എന്ത് ചെയ്യുന്നുണ്ട്? അതിനൊരു ഓർഗനൈസേഷൻ നാച്ചർ ഉണ്ട്, അതിനൊരു ഘടനയുമുണ്ട്, സ്ട്രക്ചർ ഉണ്ട്. അപ്പം നാച്ചർ ഓഫ് ബിഹേവിയറിലെ ബിഹേവിയർ ഇസ് ഡൈ. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇതിനെ ഈ ഒരാളുടെ ബിഹേവിയറിന് എന്ത് ചെയ്യുന്നുണ്ട്? അവനൊരു ഘടനാപരമായിട്ടുള്ള ഒരു ഘടനയുണ്ട്. അത് എന്താ വെച്ചാൽ അത് പല സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യുന്നു? അവരത് സമാനമായ രീതിയിലേക്ക് തന്നെയാണ് അവർ ബിഹേവ് ചെയ്യുക. പിന്നെ നമ്മളിപ്പം എത്രമാത്രം അവർ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് എങ്ങനെയെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞിട്ടൊക്കെ അത് വരും. ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സാധനം അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്, അതിനൊരു ഓർഗനൈസേഷണൽ സ്വഭാവവും ഉണ്ട്. അവരുടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്ന ഒരു സാധനം. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അവരുടെ തിങ്കിങ്, അതുപോലെ തന്നെ തോട്ട് പ്രോസസ്സ്, അവരുടെ ഫീലിങ്സ്, അവരുടെ ആക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നാച്ചർ ഓഫ് ബിഹേവിയർ. ബിഹേവിയർ ഈസ് ഡൈനാമിക്. ബിഹേവിയറിന്റെ ക്യാരക്ടർ എന്താണ്? ഡൈനാമിക് ആണ്. അതിൻ്റെ അകത്ത് അതെന്ത് ചെയ്യുന്ന വെച്ചാൽ അത് ചലനാത്മകമാണ്. There may occur changes in the organizational structure of behavior over a period of time. ഈ ടൈമിനനുസരിച്ച് മാറ്റം വരാം. ചില മനുഷ്യർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരിങ്ങനെ, അത് നമുക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോ ഒരു 20 വയസ്സുള്ള നമ്മളായിരിക്കില്ല 30 വയസ്സിൽ നമ്മള്, ഒരു 50 വയസ്സാകുമ്പോൾ നമ്മൾ മാറും. ഓവർ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പൊ ആൽപോർട്ട് പേഴ്സണാലിറ്റി വെച്ചാൽ വളരെ ഒരുപാട് എന്താ പറയാ സിദ്ധാന്തങ്ങൾ, ഡെഫിനിഷൻസിന്റെ അകത്ത് നിന്ന് അത് പഠിച്ചിട്ട് അദ്ദേഹം ഒരു ഡെഫിനിഷനിലേക്ക് എത്തിയിട്ടുണ്ട്, നിർവചനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം നിർവചിച്ചതെന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ആസ് ദ ഡൈനാമിക് ഓർഗനൈസേഷൻ വിതിൻ ദ പേഴ്സൺ ഓഫ് ദ സൈക്കോഫിസിക്കൽ സിസ്റ്റം ദാറ്റ് ഡിറ്റർമിൻ ദ യുണീക് അഡ്ജസ്റ്റ്മെന്റ് ടു വൺസ് എൻവയോൺമെന്റ്. ഒരാളുടെ സാഹചര്യങ്ങളോട് അയാൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അയാളുടെ സൈക്കോ ഫിസിക്കൽ സിസ്റ്റം എന്ത് ചെയ്യുന്നു? പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഡിഫൈൻസ് പേഴ്സണാലിറ്റി ആസ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. ചേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഘടനയുണ്ട് വിതിൻ എ പേഴ്സൺസ് സൈക്കോ ഫിസിക്കൽ സിസ്റ്റം. ആ വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആ സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള ഒരു സ്ട്രക്ചർ, ഒരു ചലനാത്മകമായ ഒരു ഓർഗനൈസേഷണൽ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? അതാണ് അയാള് പരിതസ്ഥിതിയോട് അല്ലെ ചുറ്റുവട്ടത്തോട് ഏത് രീതിയിലേക്കാണ് അയാൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത്. അതിനൊരു യുണിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എല്ലാവർക്കും എന്ത് ചെയ്യുന്നു? അവരുടേതായ ഒരു യുണിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഓരോ സാഹചര്യങ്ങളെ എങ്ങനെയാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്, അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഈ പറയുന്ന രീതിയിലേക്ക് ഓരോരുത്തരുടെയും ആ ഒരു യുണിക് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ശരിക്കും പറഞ്ഞാൽ ആൽപോർട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന രീതിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ഫോർ എ ബെറ്റർ ഡിസ്റ്റിങ്ക്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ടേം പേഴ്സണാലിറ്റി ഇറ്റ് ഇസ് എസെൻഷ്യൽ ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് ക്യാരക്ടർ ആൻഡ് ടെമ്പറമെന്റ്. അപ്പൊ നമ്മൾ പേഴ്സണാലിറ്റീനെ നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. എന്നുവെച്ചാൽ ഒരാളുടെ ക്യാരക്ടർ അല്ലെ ടെമ്പറമെന്റ് ആണ്, അല്ലെ ഒരു ക്യാരക്ടർ ടെമ്പറമെന്റ് എന്ന് പറയുന്ന രീതിയിൽ ഒരു സ്വഭാവം
അല്ലെ അയാളുടെ ടെമ്പറമെന്റ്, അയാളുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്ന രീതി, ഇതുമായിട്ട് നമ്മൾ എന്ത് പേഴ്സണാലിറ്റീനെ തെറ്റിദ്ധരിക്കും. അപ്പൊ ക്യാരക്ടർ റെഫേഴ്സ് ദ വാല്യൂ ജഡ്ജ്മെന്റ് വിച്ച് ആർ മെയ്ഡ് അബൌട്ട് എ പേഴ്സൺസ് മോറൽ വാല്യൂസ് ഓർ എത്തിക്കൽ ബിഹേവിയർ. ക്യാരക്ടർ എന്ന് പറയുന്നത് അയാളുടെ സ്വഭാവം എന്ന് പറയുന്ന സാധനം എന്താണ്? അയാളുടെ വാല്യൂ ജഡ്ജ്മെന്റ് ആണ്. വിച്ച് മേ പേഴ്സൺ, ഇപ്പൊ എങ്ങനെയാണ് അയാള് പിന്നെ ഈ അയാളുടെ ക്യാരക്ടർ ബിഹേവിയർ എന്ന് പറയുന്ന സാധനം ക്യാരക്ടറും തമ്മിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ വ്യത്യാസമുണ്ട്. ക്യാരക്ടർ എന്ന് നമ്മൾ പറയുമ്പോൾ, മലയാളത്തിൽ പറയുമ്പോൾ രണ്ടും ശരിക്കും സ്വഭാവം തന്നെയായിരിക്കും പറയേണ്ട. ബിഹേവ് ചെയ്യുക, ബിഹേവിയർ പെരുമാറ്റമാണ്. മറ്റത് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സ്വഭാവമാണ്. ഓക്കെ, പെരുമാറ്റവും സ്വഭാവവും. അപ്പൊ സ്വഭാവം എന്ന് പറയുന്ന സാധനം എന്താ? അയാളുടെ വാല്യൂ ജഡ്ജ്മെന്റ് വിച്ച് ആർ മെയ്ഡ് ഔട്ട് ഓഫ് എ പേഴ്സൺ മോറൽ വാല്യൂസ് ഓർ എത്തിക്കൽ ബിഹേവിയർ. അപ്പോൾ അയാളുടെ ജഡ്ജ്മെന്റ്, അയാൾക്ക് ചില മൊറാലിറ്റി, അയാൾക്ക് ചില കാര്യങ്ങൾക്ക് ധാരണ ഉണ്ട്, അതിനനുസരിച്ചാണ് അയാൾ ബിഹേവ് ചെയ്യുക. അയാളുടെ ക്യാരക്ടർ അങ്ങനെയാണ് മോൾഡ് ചെയ്യുക. ഇത് ഏതായിരിക്കും ആളുകൾ കൂടുതൽ ഗുണം ചെയ്യുക രീതിയിലേക്ക് അയാളുടെ സ്വഭാവത്തിനെ അയാൾ മാറ്റിമാക്കിയ. ദ ടേം ടെമ്പറമെന്റ് റിഫേഴ്സ് ദ ഇൻബോൺ പെർമനന്റ് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് അഡാപ്റ്റബിലിറ്റി, ഇറിറ്റബിലിറ്റി എക്സെട്ര. അപ്പൊ അതേസമയം ടെമ്പറമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ ഇൻബോൺ ആയിട്ടുള്ള പെർമനന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ജനനാലുള്ള അയാളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ടെമ്പറമെന്റ്. അത് ഒന്നിനോടുള്ള അയാളുടെ താതാത്മ്യപ്പെടാനുള്ള, അഡാപ്റ്റ് ചെയ്യാനുള്ള, ഒരു സിറ്റുവേഷനോട് അയാൾക്ക് ചേർന്ന് നിൽക്കാനുള്ള അയാളുടെ ഒരു കഴിവ്, അതുപോലെ തന്നെ അയാളുടെ ഇറിറ്റബിൾ, അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ, ഇതൊക്കെയാണ് ഇതൊരാളുടെ ഈ പെർമനന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് പറയുന്നത് ടെമ്പറമെന്റിന്. ഹവർ ബോത്ത് ക്യാരക്ടർ ആൻഡ് ടെമ്പറമെന്റ് ആർ വൈറ്റൽ പാർട്സ് ഓഫ് പേഴ്സണാലിറ്റി. ഇത് രണ്ടും അയാളുടെ പേഴ്സണാലിറ്റിയുടെ വൈറ്റൽ പാർട്സ് ആണ്. പക്ഷെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ക്യാരക്ടറോ ടെമ്പറമെന്റോ മാത്രമല്ല എന്നുള്ളതാണ്. ക്യാരക്ടർ എന്ന് പറയുന്ന സാധനം അയാളുടെ വാല്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻവിയോൺമെന്റുമായിട്ട്, അല്ലെങ്കിൽ പിന്നെ അയാളുടെ മോറൽ വാല്യൂസ് ഓർ എത്തിക്കൽ ബിഹേവിയറുമായിട്ട്, അയാളുടെ സൊസൈറ്റിനെ എങ്ങനെയാണ് കാണുന്നത്, അയാളുടെ സിസ്റ്റം, അയാളുടെ സൊസൈറ്റി അയാളോട് പറയാണ് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഈ രീതിയിലേക്കാണ് ചെയ്യേണ്ടത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഒരാളുടെ കാല് തൊട്ടിട്ട് ചവിട്ടിപ്പോയാൽ കാല് തൊട്ട് തലയിൽ വെക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ എന്ത് ചെയ്യുന്നു? അയാളുടെ മോറൽ വാല്യൂസിന്റെ അകത്താണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ചില ആൾക്കാർ കൈ കൂപ്പും, ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു? നമസ്തേ പറയും. ഇതൊക്കെ അയാളുടെ ക്യാരക്ടർ എന്ന് പറയുന്ന സാധനം. അതൊക്കെ ശരിക്കും അയാളുടെ മോറൽ ജഡ്ജ്മെന്റ് വരുന്നതാണ്. അതേസമയം ടെമ്പറമെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു പെർമനന്റ് ആയിട്ടുള്ള, ഒരാളുടെ പെർമനന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് അയാൾ ഒരു സിറ്റുവേഷനോട് എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ അയാൾ എങ്ങനെയാണ് ആ സിറ്റുവേഷന്റെ അയാളോട് റെസിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഈ രണ്ട് ക്യാരക്ടറും ടെമ്പറമെന്റും എന്താണ്? ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയുടെ അടിസ്ഥാന അല്ലെങ്കിൽ വൈറ്റൽ പാർട്സ് ആണ്, പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. പിന്നെ പേഴ്സണാലിറ്റി, ഇതൊക്കെയാണ് പേഴ്സണാലിറ്റിനെ കുറിച്ച് പറയാം. അപ്പം പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും, ഇതൊരിക്കലും ഗുഡ് ലുക്കിങ്ങോ ആൾക്കാരെ ഇടപെടുന്ന സാധനമല്ല. അത് രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് ഇൻഡിവിജ്വാലിറ്റി, രണ്ട് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യമാണ്. ഇൻഡിവിജ്വാലിറ്റി എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, കൺസിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഈ പറയുന്നത് ശരിക്കും പേഴ്സണാലിറ്റിന്റെ ബ്രോഡ് സെൻസിൽ പറയുകയാണെങ്കിൽ ഒരാളുടെ ചിന്തകൾ, അയാളുടെ ഫീലിങ്സ്, അയാളുടെ ആക്ഷൻ, ഇതിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. എങ്ങനെയാണ് വ്യക്തിത്വ വികാസം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അപ്പൊ അതിന് ഘടകങ്ങൾ എന്തൊക്കെ ഘടകങ്ങളാണ് ഒരാളുടെ വ്യക്തിത്വ വികാസത്തെ സ്വാധീനിക്കുന്നത്? അപ്പൊ അതിനെ നമുക്ക് ഒരുപാട് ഘടകങ്ങൾ ഒരാളുടെ വ്യക്തിത്വ വികാസത്തെ സ്വാധീനിക്കും. അതിനെ നമുക്ക് ബ്രോഡ്ലി സ്പീക്കിംഗ്, ജനറൽ ആയിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കുക. ഒന്ന് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ജീവശാസ്ത്രപരമായ ഘടകങ്ങൾ. രണ്ടാമത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. മൂന്ന് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഒരാളുടെ ജീവശാസ്ത്രപരമായ ഘടകങ്ങൾ, ഒരാളുടെ മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ, ഒരാളുടെ പാരിസ്ഥിതികമായ ഘടകങ്ങൾ. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് എന്ത് ചെയ്യുന്നത് വെച്ചാല് ഈ പറയുന്ന പേഴ്സണാലിറ്റീനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഈ ഘടകങ്ങളാണ് ഒരാളുടെ പേഴ്സണാലിറ്റീന്റെ വികാസത്തെ സ്വാധീനിക്കുന്നത്. എന്തൊക്കെയാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്? ബോഡി ബിൽഡ്, അയാളുടെ ബോഡി സ്ട്രക്ചർ എന്താണ്? ആ സ്ട്രക്ചർ അയാളുടെ പേഴ്സണാലിറ്റിനെ വളരെ സ്വാധീനിക്കും. കാരണം ബോഡി സ്ട്രക്ചർ നമുക്കറിയാം, ചിലപ്പം മനുഷ്യർ എന്ത് ചെയ്യുന്നു വെച്ചാൽ പലതരത്തിൽ, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അല്ല, ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്, ഒരാളുടെ അട്രാക്ട് ചെയ്യാനുള്ള അയാളുടെ ഒരു അട്രാക്റ്റീവ്നെസ് എന്താണ്? അല്ല, ഹോമോസ്റ്റാസിസ് എന്ന് വെച്ചാൽ അയാളുടെ ബോഡിയിലുള്ള വൈറ്റൽ ഘടകങ്ങൾ, വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ടെമ്പറേച്ചർ ലെവലിന്റെയും ഒക്കെ നമ്മുടെ അത്തരത്തിലേക്കുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ ഫിസിക്കൽ ഡിഫക്ട്സ്, അയാളുടെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും തരത്തിൽ അംഗവൈകല്യമോ അങ്ങനത്തെ കാര്യങ്ങളോ എന്തുണ്ടെങ്കിൽ, പിന്നെ ഹെൽത്ത് കണ്ടീഷൻസ്, അവരുടെ ആരോഗ്യസ്ഥിതി. ഈ ഘടകങ്ങളാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പൊ ബോഡി ബിൽഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബോഡി ബിൽഡ് ഇൻഫ്ലുവൻസസ് പേഴ്സണാലിറ്റി ഡയറക്ട്ലി ബൈ ഡിറ്റർമിനിങ് what an individual can and cannot do, as well as what the individual's reaction will be to all those whose body builds are superior or inferior. അപ്പൊ നമുക്ക് ചില ആളുകൾ എന്ത് ചെയ്യും? മെലിഞ്ഞ് നീണ്ടവരായിരിക്കും. ചിലരെന്ത് ചെയ്യും? നന്നായി തടിച്ചുരുണ്ടവരായിരിക്കും.
ചിലരുടെ പ്രകൃതി എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുന്നു, മസിൽസ്, ആരോഗ്യ ദൃഢഗാത്രം എന്നൊക്കെ നമുക്ക് പറയും. അപ്പൊ നമുക്കറിയാം നമ്മളുടെ കഥകളിലും നമ്മുടെ സിനിമകളിലും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് സുന്ദരനായും സുന്ദരിയായിട്ടും കാണിക്കുന്നത് വളരെ മസിൽസ് ഒക്കെ ഉള്ള നല്ല രീതിയിലേക്ക് ബോഡി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്താ അവരുടെ ചിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്തരം ആളുകളെയാണ് നമ്മൾ എന്താ സുപ്പീരിയർ ആയിട്ട് പലപ്പോഴും പറയും. മെലിഞ്ഞു നീണ്ടവര് ഈ അത് അടിച്ചു ചുരുണ്ടവരെക്കാൾ കുറച്ചുകൂടി സുപ്പീരിയർ ആയിട്ട് അവർക്ക് സൊസൈറ്റി പറയുന്നതാണ്. ഈ സോഷ്യൽ സിസ്റ്റം, ഈ സൊസൈറ്റിയുടെ ചിന്തകള് ഈ പറയുന്ന വ്യക്തികളെ ബാധിക്കും. അപ്പൊ ആ അപ്പൊ നമുക്കറിയാം ഈ ബോഡി ഷേമിങ്ങിന്റെ ഒക്കെ പാടില്ല എന്ന് പറയാൻ കാരണം സൊസൈറ്റിയിലെ നോംസ് മാറിക്കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിന്റെ അകത്ത് ബോഡി ബിൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലൊക്കെ മാറ്റം വരാം. കാരണം ഏത് ബോഡി ആണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും ഈ സൊസൈറ്റിയിൽ പ്രധാനപ്പെട്ടവരാന്നുള്ള കാഴ്ചപ്പാട് വരുന്ന സമയത്ത് അതിനകത്ത് മാറ്റം വരാം. അപ്പൊ ഈ ബോഡി ബിൽഡിംഗ് നീണ്ടു മെലിഞ്ഞവര്, തടിച്ചുരുണ്ടവർ, ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള, ഇപ്പൊ മലയാളത്തിന് ചെറിയ പ്രശ്നമുണ്ട്, ഡയറ്റിങ്ങിന് ഒരു കുനിപ്പൊക്കെ വേണം, അതെനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇതിനെ നമ്മൾ 3 തരത്തിലാണ് ബോഡി ബിൽഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് എന്താണ് എക്ടോമോർഫും, ഒന്ന് എൻഡോമോർഫും, മറ്റ് മെസോമോർഫും. എക്ടോമോർഫുകാർ കുറച്ച് മെലിഞ്ഞു നീണ്ടവരാണ്. അവർ തടിച്ചുരുണ്ടവരെക്കാളും നമ്മൾ പറയും മെലിഞ്ഞവരോട് നമുക്കൊരു ആഭിമുഖ്യമുണ്ട് സൊസൈറ്റിക്ക്, നമ്മുടെ സൊസൈറ്റിക്ക്. പിന്നെ ഇപ്പൊ തടിച്ചുരുണ്ടെങ്കിൽ എൻഡോമോർഫുകാര് അവർക്ക് എന്ത് ചെയ്യുന്നത് മെലിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമുണ്ട്. പക്ഷെ നമ്മൾക്കൊക്കെ നമ്മുടെ ദ്രവീഡിയൻ കൾച്ചറിലൊക്കെ ഈ ഒരു സാധനം വ്യത്യസ്തം. കാരണം ഇത് വെസ്റ്റേൺ ഒറിജിനിലാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നതുകൊണ്ടാണ് ഇത് സുപ്പീരിയർ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ശരിക്കും തടിച്ചവർക്കായിരുന്നു പ്രാധാന്യം. അത് പിന്നെ ഇപ്പോ മാറുന്നുണ്ട്. നിങ്ങൾക്കറിയാം പണ്ടൊക്കെ തടിച്ചു ഉരുണ്ട ആളുകൾ സുന്ദരികളായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ ക്യാപിറ്റലിസം, വെസ്റ്റേൺ കൺട്രിയുടെ ഇൻഫ്ലുവൻസും ഈ സൈക്കോളജി പോലും എന്ത് ചെയ്യും നമ്മൾ പഠിക്കുന്ന കൊണ്ട് വെസ്റ്റേൺ കൺട്രീസ് ആയതുകൊണ്ട് ഇതിന്റെ ഒരു സുപ്പീരിയോറിറ്റി പറയുക. കാരണം അവരുടെ ഒരു ട്രേറ്റ്സ് വെച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ ഈ പറയുന്ന രീതിയിലേക്ക് നമ്മൾ 3ആയിട്ട് അവർ തിരിക്കുന്നുണ്ട്: എക്ടോമോർഫ്, എൻഡോമോർഫ്, മെസോമോർഫ് എന്നുള്ള രീതിയിലേക്ക്. അപ്പൊ ഈ ബോഡി ബിൽഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ വ്യക്തികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്നുണ്ട്. ആ സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന ഒരു സോഷ്യൽ നോംസ് എന്താണ് എന്ന് വെച്ചാൽ എക്ടോമോർഫ് ആർ പേഴ്സൺസ് ഹു ആർ ടോൾ ആൻഡ് thin in their body builds. They have been generally found to be superior to endomorph who have round and soft body builds. The superiority is especially ചോറ് ഞാൻ നല്ലോണം കഴിച്ചു. അയ്യോ ഒന്ന് സൗണ്ട് ഇതാക്കെ. Who have round and soft body build. Superiority is especially in speed and endurance. അപ്പൊ മെലിഞ്ഞു നീണ്ട ആൾക്കാർക്ക് സ്പീഡിലാകത്തും കോപ്പപ്പ് ചെയ്യാനും എനർജറ്റിക് ആയിട്ടുള്ളതിൽ കൂടുതൽ സുപ്പീരിയോറിറ്റി ഉണ്ട് മറ്റവരെക്കാളും, തടിച്ചുരുണ്ടവരെക്കാളും. പിന്നെ ലൈക്വൈസ് മെസോമോർഫ്സ് ആർ who are strong and muscular in their body. അത് മ്യൂട്ട് ചെയ്തു. ഓക്കെ. Body builds are found to be superior to both ectomorphs and endomorphs in activities like speed, endurance and agility. അപ്പൊ അവരുടെ എന്താ പറയാ ഈ മെസോമോർഫുകാർ കുറച്ചും കൂടി എന്താ വെച്ചാൽ അവരുടെ സ്പീഡും, അവർക്ക് ചാടാനും ഓടാനും ഭയങ്കര എനർജറ്റിക് ആയിട്ട് പറ്റും. അവര് ഈ പറയുന്ന എല്ലാവരേക്കാളും സുപ്പീരിയർ ആയിട്ട്. അപ്പൊ ഈ പറയുന്ന ഒരു സാധനം അവരുടെ പേഴ്സണാലിറ്റിയിൽ, അവരുടെ സെൽഫ് എസ്റ്റീമിനെ തന്നെ കാര്യമായി ബാധിക്കും. ആളുകളുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് കോൺഫിഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നതിന്റെ അകത്തൊക്കെ തന്നെ ഈ ഒരു സാധനം ചെറുപ്പം അതേ തടിച്ച് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ എനിക്ക് എന്നെ ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ എന്റെ മകൻ കുറച്ചിട്ട് ഈ നമ്മൾ പറയുന്ന മെസോമോർഫ് അല്ലെ മറ്റേ എൻഡോമോർഫ് ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ തടിച്ചുരുണ്ടിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അവൻ. അപ്പൊ അവനെ സംബന്ധിച്ച് അവൻ എപ്പോഴും ആള് പറയോ തടിച്ചിട്ടാന്ന് പറയും. അപ്പൊ അവൻ കുറച്ച് കഴിയപ്പോ അവൻ മുടി നീട്ടിയപ്പോ അവൻ ചെസ് അക്കാദമി നടത്തപ്പോ അവന്റെ അടുത്ത് പറഞ്ഞു നീ മുടി മുറിക്കണം. കാരണം പേരൻസ് ഒക്കെ ആണല്ലോ ഈ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് മുടി മുറിക്കണം എന്ന് പറഞ്ഞപ്പോ അവൻ ഒരിക്കലും അങ്ങനെ ഷടിച്ച് പറയാമല്ലോ. അവൻ പറഞ്ഞ മുടി മുറിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ എന്ത് പറ്റി, നീ എന്താ മുടി മുറിക്കാത്ത? അപ്പൊ അവൻ എന്റെ അടുത്ത് ഒരു പാരപ്പോരും പറഞ്ഞു, അമ്മ പണ്ടൊക്കെ എന്റെ അടുത്ത് ആളുകൾ ചോദിക്കുക എന്താ വെച്ചാൽ എന്തൊരു തടിയാന്നായിരുന്നു കാണുമ്പോൾ. അത് ഭയങ്കര നെഗറ്റീവാണ്, അവന്റെ പേഴ്സണാലിറ്റിനെ ഭയങ്കര. അപ്പൊ ഇപ്പൊ ആളുകൾ കാണുമ്പോൾ എന്തൊരു മുടിയാന്നാ പറയാ. അപ്പം ആ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ അത് അവനവന് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു പേഴ്സണാലിറ്റിന്റെ അകത്ത് ഇത്തരത്തിലേക്കുള്ള നമ്മുടെ ബോഡി ബിൽഡ് വളരെയധികം പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നുണ്ട്. അപ്പൊ അതിനെ മാറ്റണമെങ്കിൽ നമ്മുടെ സൊസൈറ്റിന്റെ അകത്ത് ചേഞ്ച് ചെയ്യണം. നമ്മൾ വ്യക്തികൾക്ക് എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ ബോഡി ബിൽഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരിഹരിക്കാൻ പറ്റും. അപ്പൊ ബോഡി ബിൽഡ് എക്ടോമോർഫ്സും എൻഡോമോർഫ്സും മെസോമോർഫും ആണ് ബോഡി ബിൽഡിൽ വരുന്നത്. It has also been reported that body build of an individual affect the person's self-concept, which is an important constituent of personality. This self-concept can be favorable or unfavorable. ഒരാളെ കുറിച്ചുള്ള ഒരു ധാരണ, ആ ധാരണ അയാളുടെ പേഴ്സണാലിറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിനെയാണ് ഈ ബോഡി ബിൽഡ് സ്വാധീനിക്കുന്നത്. ആ സെൻസിൽ ഈ ബോഡി ബിൽഡ് എന്ന് പറയുന്ന സാധനം ഒരു ഇമ്പോർട്ടന്റ് ഘടകമായിട്ട് കാണാൻ പറ്റും.
When if the bodybuilder allows the person to do things that are socially desirable, prestigious, and better than others, it would contribute to positive self-concept about oneself. ഒരാൾക്ക് നല്ല മെലിഞ്ഞ ഒരാൾക്ക് നന്നായി കുത്തിമറിയാൻ ചാടാനൊക്കെ പറ്റും, ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാധനം ചെയ്യാൻ പറ്റുന്നുണ്ട്, അയാൾക്ക് കൂടുതലായിട്ട് ഇപ്പൊ ഡാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ജിംനാസ്റ്റിക്സ്, ഓട്ടം, ചാട്ടം, ഇതിനൊക്കെ പറ്റുന്ന ആൾക്കാർക്ക്, സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും, അവരുടെ പേഴ്സണാലിറ്റി കൂടുതൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. അപ്പൊ അതാണ് ചിലപ്പം നമ്മൾ ഇത്തരം ആളുകൾക്കും കൂടി കളിക്കാൻ പറ്റുന്ന, ജയിക്കാൻ പറ്റുന്ന, അത് നമ്മൾ അച്ചീവ്മെന്റ്സിലൊക്കെ പറയും. ചില ഗെയിംസ് നമ്മൾ പ്ലാൻ ചെയ്യണം എന്നൊക്കെ പറയാൻ കാരണം ഇവരുടെയൊക്കെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഇതിന്റെ സോഷ്യൽ നോംസിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്, രണ്ടാമത്തെ ഘടകം നമുക്കറിയാം. ബയോളജിക്കൽ ഘടകങ്ങളുടെ അകത്ത്, ജീവശാസ്ത്രപരമായ ഘടകങ്ങളിൽ ഒന്നാമത്താണ് ബോഡി ബിൽഡ്, രണ്ടാമത്തെ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്. ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് is another physical component that affects the developments of personality. An attractive personality of any age is more appealing than a person who is inattractive. അട്രാക്റ്റീവ് ആയിട്ടുള്ള, ആളുകളെ ആകർഷിക്കാനുള്ള കഴിവ് എന്ന് പറയുന്ന ഒരു സാധനം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരാളുടെ വ്യക്തി. കാരണം അട്രാക്ട് ചെയ്യുന്ന ആളുകൾക്ക് നമുക്കറിയാം എപ്പോഴും എന്താ Brislin and Levis have commented that it is very much rewarding to be with someone who is physically attractive. ഓരോരുത്തരും ഫിസിക്കലി അട്രാക്റ്റീവ് ആയ പേഴ്സൺസിന്റെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിക്കുക. അപ്പൊ അവർക്ക് കുറച്ചുകൂടി സോഷ്യൽ ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടാവും, സോഷ്യൽ ആക്സെപ്റ്റൻസ് ഉണ്ടാവും, അതൊക്കെ അവരുടെ വ്യക്തിത്വ വികാസത്തെ വല്ലാത്ത രീതിയിലേക്ക് സ്വാധീനിക്കും. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അട്രാക്റ്റീവ്നെസ് എന്ന്, പണ്ടൊക്കെ വെളുത്തവര് അട്രാക്റ്റീവ് ആണ് എന്നൊക്കെ പറയും. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് മാറ്റിമറിക്കുകയും ആ സോഷ്യൽ ഇൻവോൾവ്മെന്റ്, ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത്തരം മേഖലയിൽ വരുന്നുണ്ട്. കാരണം അത് കുറെ മനുഷ്യരുടെ വ്യക്തിത്വത്തെ വല്ലാത്ത രീതിയിലേക്ക് നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന് ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് എന്ന് പറയുന്ന ഒരു സാധനം എന്ത് ചെയ്യുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വരികയാണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ജനറലി ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് ദ പീപ്പിൾ ടെൻഡ് ടു ബി മോർ ടോളറന്റ് ഇൻ ദർ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ജഡ്ജ്മെന്റ്സ് ഓഫ് ആൻ അട്രാക്റ്റീവ് പേഴ്സൺ. That is the reason why a pretty child is less likely to punished or criticized for റോബ്സം ബിഹേവിയർ ദാൻ എ സിമ്പിൾ ലുക്കിംഗ് ചൈൽഡ്. അപ്പൊ സാധാരണ നമ്മൾക്കറിയാം കുട്ടികളൊക്കെ അല്ല ക്യൂട്ടായ കുട്ടികൾ എന്ത് കുറുത്തൊക്കെ കാണിച്ചാൽ നമ്മളൊരു കുഴപ്പമില്ല, നമ്മളത് ആസ്വദിക്കും. അതേസമയം എന്ത് ചെയ്യുന്ന മൂക്കുന്നോ കൽപ്പിച്ച് അങ്ങനെ നമ്മൾ ഈ പറയണ സോഷ്യലി അട്രാക്റ്റീവ് ആയിട്ടുള്ള നോംസിലൊന്നും ഇല്ലാത്ത കുട്ടികൾ, അവരെന്ത് ചെയ്യുന്ന അൺഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾ, അല്ല അത്തരം കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ആളുകൾക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വരും. അപ്പം പിന്നെ അതൊന്ന് ബിസിനസ് സർക്കിളിന്റെ അകത്തും അട്രാക്റ്റീവ് വർക്കർ മേ ബി ലെസ് എഫിഷ്യന്റ് ആൻഡ് ലെസ് കോൺഷ്യസ്നെസ് ദാൻ an attractive worker. And yet the attractive workers are relatively more likely to get promotion. എന്ന് വെച്ചാൽ പലപ്പോഴും കാണുന്നത്, ഇപ്പൊ നമുക്കറിയാം, നമുക്ക് പല ഫീൽഡിന്റെ അകത്തും എന്ത് ചെയ്യുന്ന ഞാൻ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു അട്രാക്റ്റീവ് ആൾ വന്നു കഴിഞ്ഞാൽ ആളുകൾ ഇരിക്കാൻ പറയും, നിൽക്കാൻ പറയും. അപ്പം അതേസമയം അല്ലാത്ത ആളുകൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഇരുപത് തുല്യമാണ്, പക്ഷെ അവർക്ക് എന്ത് ചെയ്യും, അപ്പൊ അത് അവരുടെ കോൺഫിഡൻസിനെ വല്ലാതെ ബാധിക്കുകയും അവരുടെ വ്യക്തിത്വ വികാസത്തിനെ സ്വാധീനിക്കുകയും ചെയ്യും. പിന്നെ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ദ മെയിൻ്റനൻസ് ഓഫ് എ സ്റ്റേബിൾ ഇന്റേണൽ എൻവയോൺമെന്റ് ത്രൂ റിലേറ്റീവ്ലി having normal temperature, normal level of blood sugar, normal level of blood pressure, proper water balance, etc. നമ്മുടെ ബോഡിയിലുള്ള നമുക്കറിയാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആൾക്ക് ഡിപ്രഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് ഷുഗർ കൂടുതലുള്ള ആളെ സംബന്ധിച്ച് ഷുഗർ കൂടുതലുള്ള ആൾക്കാർക്ക് എപ്പോഴും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, തളർച്ച സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇറിറ്റബിലിറ്റിന്റെ ആളുകളോട് ദേഷ്യം വരും. അപ്പൊ അതൊക്കെ അവരുടെ പേഴ്സണാലിറ്റി വളരെ കാര്യമായിട്ട് ബാധിക്കും. അപ്പൊ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന അതിങ്ങനെയാന്ന് തോന്നുന്നു, ഹോമിയോസ്റ്റാസിസ് അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അത് ഒരാളുടെ നോർമൽ ആയിട്ട് ഒരു വ്യക്തിയുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ലെവല്, അവരുടെ പ്രഷർ ലെവല്, ഷുഗർ ലെവല്, അതുപോലെ തന്നെ വാട്ടർ ലെവല്, pH ലെവല്, ഇതൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയുടെ കാര്യമായി ബാധിക്കും. ഇതൊന്നും അല്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യുന്നു, ആ വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പലപ്പോഴും നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പല രീതി വൈറ്റമിൻ B12 കുറവ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കാലും മുട്ടൊക്കെ എല്ലാം പോച്ചിപ്പിടുത്തൊക്കെ ആയിരിക്കും. ഇതൊക്കെ അവരുടെ വ്യക്തിത്വത്തിനെ വല്ലാത്ത രീതിയിലേക്ക് സ്വാധീനിക്കുന്ന ഘടകം. When any of these conditions is upset, disequilibrium starts and the disturbance in homeostasis result. Homeostasis or disturbance in it has a significant impact upon personality, both directly or indirectly. അത് അവരെ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടൊന്ന് ബാധിക്കും. പിന്നെന്താ, ഡിസ്റ്റർബൻസസ് ഇൻ ഹോമിയോസ്റ്റാസിസ് ഓൾസോ അഫക്ട് പേഴ്സണാലിറ്റി ഇൻഡയറക്ട്ലി. ഇറ്റ് അഫക്ട്സ് പേഴ്സണാലിറ്റി through the way the person react to what he thinks and believes to be the attitudes of some significant people in his life. അപ്പം ചിലപ്പം ആളുകൾ ചിന്തിക്കുന്ന ചിലപ്പോൾ നമുക്ക് ഹോർമോൺ കൂടുതലായി, നമ്മുടെ പുസ്തകത്തിലുള്ള ഒരു സാധനമാണ്, ഹോർമോൺ കൂടുതലുള്ള ആളുകൾ
അവർക്ക് നല്ല വളർച്ച ഉണ്ടാവും, നല്ല വലിയ വലിയ രീതിയിലേക്ക് ഉണ്ടാവും. അപ്പൊ അവർക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നു, അവരെ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നു കാണും, വലിയ നല്ല ഭയങ്കര അവര് പറയുമ്പോൾ നല്ല പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ കൂടുതൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആളുകൾക്ക് കുറച്ചുകൂടി പോസിറ്റീവ് ആയിട്ടുള്ള അയാൾക്ക് കോൺഫിഡൻസ് കൂട്ടാനും അവർക്ക് കുറച്ചുകൂടി ആ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സാധ്യതയുണ്ട്. നേരെ തിരിച്ച് അതേപോലെ തന്നെ. പിന്നെ അതുപോലെ ഫിസിക്കൽ ഡിഫക്ട്സ്, അപ്പൊ ഇതേപോലെ തന്നെ എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു ഹോമിയോസ്റ്റാസിസ്, അതുപോലെ ഫിസിക്കൽ ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് സയന്റിഫിക് സ്റ്റഡി ഷോയിങ് ദി ഇമ്പാക്ട് ഓഫ് ഫിസിക്കൽ ഡിഫക്ട് അപ്പോൾ പേഴ്സണാലിറ്റി ഹസ് കം ഫ്രം ആൽഫ്രഡ് Adler's theory of organ inferiority. Today, several studies have been conducted to examine the direct and indirect impact of physical defects upon personality. നമുക്കറിയാം ഇപ്പൊ കണ്ണ് കാണാത്ത ആളുകള്, അതുപോലെ തന്നെ കൈയും കാലും ഒക്കെ ഇല്ലാത്ത ആളുകള്, ഇവരെ സംബന്ധിച്ചൊക്കെ എന്ത് ചെയ്യുന്ന ഇവർക്ക് അല്ലെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സാഹചര്യത്തിന്റെ അകത്ത് ഇവരുടെ ആ സെൽഫ് എസ്റ്റീമിന് ഇല്ലാതാവുന്ന ആ അവസ്ഥയെ ഓവർകം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു രീതിയിലേക്ക് സപ്പോർട്ടീവ് സിസ്റ്റം ഇല്ലെങ്കിലും ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ പേഴ്സണാലിറ്റിനെ വളരെ കാര്യമായിട്ട് ബാധിക്കും. അപ്പൊ ഫിസിക്കൽ ഡിഫക്റ്റ് എന്തെങ്കിലും തരത്തിലേക്ക് ചെറിയ രീതിയിലേക്ക് ഒരു അംഗവൈകല്യം അംഗപ്രശ്നമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ബയോളജിക്കൽ ഫാക്ടറാണ്. ഒബേസിറ്റി, അതുപോലെ തന്നെ നമുക്ക് തടി, ഫിസിക്കൽ എന്ന് വെച്ചാൽ ഒരാൾക്ക് തടി കൂടുതലാണ്, വൺ പോപ്പുലർ ഫിസിക്കൽ ഡിഫക്ട്. അപ്പൊ തടിച്ചിരുന്ന ഒബേസിറ്റി വെച്ചാൽ നമ്മളുടെ പിന്നെ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് കുമ്പയും വയറൊക്കെ ഉള്ള ആളുകൾ, അവർക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവര് വല്ലാത്ത രീതിയിൽ മാനസിക സംഘർഷത്തിലായിരിക്കും ഉണ്ടാവുക. കാരണം സൊസൈറ്റി പറയും ഈ തടിച്ച ആൾക്കാർ എന്നൊക്കെ പറയുന്ന രീതിയിൽ പ്രൂവ്ഡ് ബൈ ഹാൻഡിക്യാപ്ഡ് ഇൻ സോഷ്യൽ റിലേഷൻ ബിക്കോസ് ദ ഒബേസ് പേഴ്സൺ ഇസ് അൺഎബിൾ ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് കണ്ടംപററീസ്. അടുത്തുന്നപ്പോ നമ്മള് കുപ്പായ ഇടാൻ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഉള്ള കുപ്പായ ഇട്ട് കഴിഞ്ഞാൽ അത് പറ്റൂല, മറ്റവരൊക്കെ നല്ല കുപ്പായ കിടന്ന് നമുക്ക് ഇടാൻ പറ്റും. ഇതൊക്കെ വലിയ രീതിയിലേക്ക് പേഴ്സണാലിറ്റിനെ ബാധിക്കും. പിന്നെ ഹെൽത്ത് കണ്ടീഷൻസ്, നമ്മുടെ ആരോഗ്യസ്ഥിതി, ഇതും ഒരു ബയോളജിക്കൽ സാധനമാണ്. ഹെൽത്ത് കണ്ടീഷൻ ഓൾസോ അഫക്ട് ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി at all ages and in both sexes. Good health is considered as a personality asset and poor health is a liability. അപ്പൊ നല്ല ഹെൽത്ത് എന്ന് പറയുന്ന സാധനം പേഴ്സണാലിറ്റിന്റെ ഒരു അസറ്റ് ആയിട്ടും സ്വത്തായിട്ടും, പുവർ ഹെൽത്ത് എന്ത് ചെയ്യുന്നു പറഞ്ഞ ഒരു ലയബിലിറ്റി ആയിട്ടും. There are ample evidences to support it. Many personality changes result from poor health conditions and tend to continue even after the illness has been cured or severity has been lessened. അപ്പൊ അസുഖം മാറി എന്നാൽ പോലും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളൊക്കെ വലിയ രീതിയിലേക്ക് ബാധിക്കും. ഇപ്പൊ ചെറിയ കുട്ടികളുടെ കുഞ്ഞു പ്രായത്തിൽ ഉണ്ടാകുന്ന ഒരാൾക്ക് എപ്പോഴും വീസിങ് ആണ്, ശ്വാസം മുട്ടൊക്കെ ആണെങ്കിൽ അയാളുടെ വ്യക്തിത്വത്തിൽ അത് വലിയ കാര്യമായിട്ട് ബാധിക്കും. കാരണം എന്തെങ്കിലും ഒരു കാര്യം വരെ പൊടി അലർജി മറ്റേതാ ഇങ്ങനത്തെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് എന്ത് ചെയ്യുന്നു, അല്ലെ എപ്പോഴും വയറിന് പ്രശ്നങ്ങള് അല്ലെങ്കിൽ ശ്വാസത്തിന് പ്രശ്നങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലേക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഹെൽത്ത് കണ്ടീഷൻസിന്റെ അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു വ്യക്തികളുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും. Many personality changes and disturbances in adolescents and adults have their roots in illness during the early years of childhood. കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന പല അസുഖങ്ങളും എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പല രീതിയിലേക്കും കുട്ടികളുടെ അഡൽട്ട് ആവുന്ന സമയത്ത് അഡലൻസ് കൗമാരപ്രായക്കാരായിട്ടുള്ള ആളുകളുടെ പേഴ്സണാലിറ്റി ചേഞ്ചസിനൊക്കെ വളരെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മാർട്ടിൻ വിൻസെന്റിന്റെ ഒക്കെ സ്റ്റഡി കാണിക്കുന്നത്. It has also been found that the persons have illness like diabetic experiences tension and anxiety which causes frustration in dealing with the demands of social environment. As a result of frustration, they become aggressive and often turn their aggression towards others. അപ്പം ഷുഗറൊക്കെ ഉള്ള ആളുകളെ എടുത്ത് നമ്മൾ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പൊട്ടിത്തെറിച്ചെന്ന് വരും. അപ്പൊ നമ്മളറിയാം അവരെ ഭയങ്കര പ്രശ്നം. കാരണം അവർക്ക് എന്ത് ചെയ്യുന്നത് ഈ ഷുഗറിന്റെ അകത്ത് നിന്ന് എന്താ വെച്ചാൽ അവർക്ക് ചിലപ്പോൾ കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അത് അവരുടെ പേഴ്സണാലിറ്റി. അപ്പൊ നമ്മൾ പറയാം അവരിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ക്യാരക്ടറാണ്. അത് അവരിൽ തന്നെ എന്ത് ചെയ്യുന്നു വല്ലാത്ത കുറ്റബോധം ഉണ്ടാക്കുകയും അവർക്ക് തന്നെ അത് പേഴ്സണാലിറ്റി ഇഷ്യൂസ് ആയിട്ട് മാറുകയും ചെയ്യും. ഫിസിക്കൽ ഡിസ്റ്റർബൻസ് ലൈക്ക് ദ ഫീമെയിൽ ഇപ്പൊ മെൻസ്ട്രുവൽ സൈക്കിളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി അക്കമ്പനീഡ് ബൈ എ ടെൻഡൻസി ടു ബി ഇറിറ്റബിൾ ആൻഡ് ഡിപ്രഷൻ. അപ്പൊ അതിനെന്താ വെച്ചാൽ ഭയങ്കര മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ഇറഗുലാരിറ്റി ഉണ്ടാക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു അവർക്ക് ഡിപ്രഷനും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഇമോഷണാലിറ്റി ആൻഡ് heightened emotionality is reflected in poor social adjustment and decrease in social activities. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്ന അവരെ സോഷ്യൽ ആക്ടിവിറ്റി സാമൂഹ്യമായ ഇടപെടലിനെ കുറയ്ക്കും. അപ്പൊ വുമൺ സെൽഫ് കൺസെപ്റ്റിനെ കുറയ്ക്കുകയൊക്കെ ചെയ്യും, ആറ്റിറ്റ്യൂഡ്സ് വേഴ്സ് അതർ പീപ്പിൾ. പിന്നെ സൈക്കോളജിക്കൽ ഫാക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. ബോഡി ബിൽഡ് ആണെങ്കിലും നമ്മുടെ ഫിസിക്കൽ ഇതാണ്, ഹോമോസ്റ്റാറ്റ് ആണെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ആണെങ്കിലും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്ന ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. പിന്നെ ഇനി സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇന്റലക്ച്വൽ ഡിറ്റർമിനൻസ്, ഇമോഷണൽ ഡിറ്റർമിനൻസ്, സെൽഫ് ഡിസ്ക്ലോഷർ, ആസ്പിറേഷൻസ് ആൻഡ് അച്ചീവ്മെന്റ്സ്. ഇത്രയാണ് നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ഇന്റലക്ച്വൽ ഡിറ്റർമിനൻസ് നിങ്ങൾക്ക് അറിയാൻ നാളെ റൈറ്റ് ആയിട്ടുള്ള one of the important factors which influence the development of personality are the intellectual capacity, and researchers are of view that intellectual capacities influence personality through various kinds of adjustments in life and indirectly
through the judgment other persons make of the individual on the basis of the person intellectual achievements. ഇപ്പൊ ഒരാളുടെ ബുദ്ധിപരമായ കഴിവ്, ആ വ്യക്തിനെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ചെറുപ്പം മുതലേ എന്ത് ചെയ്യും, നമ്മൾ പറയാം അവൻ വളരെ കൊള്ളാം, അല്ലെ അവള് വളരെ കൊള്ളാം, അവള് എല്ലാം മനസ്സിലാക്കും, പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യും. അതെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പറയുന്ന ഒരു സാധനമൊക്കെ അത് ചിലപ്പോൾ എന്താ പറയാ, അത് അറിഞ്ഞൂടാ, അതൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പൊ ചിലർക്ക് ഈ മനുഷ്യരൊക്കെ തന്നെ ഇന്റലക്ച്വലി വളരെ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കുറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ശരിക്കും ഏർലി ചൈൽഡ്ഹുഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് അവർക്ക് അവരെ സ്വാധീനിക്കുന്നത്, ഏത് രീതിയിലേക്കുള്ള എഡ്യൂക്കേഷനാണ്, അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നത് ആശ്രയിച്ചിട്ടാണ് അവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ടാവും. മനുഷ്യർക്ക് വലിയ രീതിയിലെ വ്യത്യാസം ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ടാവുന്നില്ല, പക്ഷെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ വെച്ചിട്ട് പലപ്പോഴും അത് സാഹചര്യങ്ങൾക്ക് നമുക്ക് തിങ്ക് ചെയ്യാനും നമുക്ക് പ്രവർത്തിക്കാനും നമുക്ക് ആ ഡെവലപ്മെന്റ് സമയത്തൊക്കെ തന്നെ നമ്മുടെ പിന്നെ ബ്രെയിൻ ഡെവലപ്മെന്റ് സമയത്ത് നമുക്ക് ആ രീതിയിലേക്കുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഒക്കെ കിട്ടുന്ന ആളുകൾ നല്ല രീതിയിലേക്ക് ഇന്റലക്ച്വൽ ആയിട്ട് വരും. അവർക്ക് പല കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും, അവർക്ക് അത് ചെയ്യാൻ പറ്റും. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവർ പലപ്പോഴും അവർക്ക് സോഷ്യലി എന്ത് ചെയ്യുന്നു, അവർ അട്രാക്റ്റീവ് ആവില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുന്ന അവരുടെ പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അത് ബാധിക്കും. പിന്നെ ഇന്റലക്ച്വലി ബ്രൈറ്റ് മെൻ ആൻഡ് വിമൻ മേക്ക് ബെറ്റർ പേഴ്സണൽ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ദാൻ ദോസ് ഓഫ് ആവറേജ് ഓർ ബിലോ ആവറേജ് ഇന്റലിജൻസ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് സൊസൈറ്റീനെ മനസ്സിലാക്കാനും അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനും കോപ്പപ്പ് ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷെ അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുന്ന പലപ്പോഴും വളരെ റിജിഡ് ആയിരിക്കും, അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അത്തരം ആളുകൾക്ക് എന്ത് ചെയ്യുന്ന അവരുടെ ആ പേഴ്സണാലിറ്റി അത് അവരുടെ ഒരു പേഴ്സണാലിറ്റി, ഇന്റലിജന്റ് ആയ ആളുകൾക്ക് കുറച്ചും കൂടി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് സാധ്യതകളുണ്ടാവും. Several studies bear testimony to the fact that bright men and women are generally introspective, thoughtful, creative, and adventurous, and a strong concern with problems, meanings, and values. അപ്പം ഈ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകൾ കൂടുതൽ എന്ത് ചെയ്യുന്നു, അവരുടെ തോട്ട്സിന്റെ അകത്തും ക്രിയേറ്റിവിറ്റിയിലും അഡ്വഞ്ചറസ് ഏറ്റെടുക്കുന്നതിനകത്തും പ്രോബ്ലംസിനോടുള്ള അവരുടെ കൺസേണിന്റെ അകത്തൊക്കെ കൂടുതൽ ഉണ്ടാവും. അല്ലാത്ത ആൾക്കാർക്ക് അത് കുറവായിരിക്കും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേഴ്സണാലിറ്റി തന്നെ എന്താണ്, ഒരാളുടെ തോട്ട്സ്, ഫീലിങ്സ്, ആക്ഷൻസ് ആണ്. അപ്പൊ ഇന്റലിജന്റ് ആയ ആളുകൾക്ക് കൂടുതൽ ഈ സാധനങ്ങൾ ഈ പറയുന്ന രീതിയിലുണ്ടെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയിൽ ഇന്റലിജന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ബാധിക്കും. They are found to show a wider interest, especially in the theoretical and aesthetic areas. Since they have greater and stronger mental ability, they have better controls over themselves. മെന്റൽ എബിലിറ്റി ഉള്ളതുകൊണ്ട്, മാനസികമായിട്ടുള്ള അവരുടെ എബിലിറ്റി കഴിവ് കൂടുതലായതുകൊണ്ട് തന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാനും അവരുടെ സെൽഫ് ആയിട്ടുള്ള കൺട്രോളും അവർക്ക് കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ ഇമോഷണൽ ഡിറ്റർമിനൻസ്, ഇന്റലക്ച്വൽ ഡിറ്റർമിനൻസ്, ഇമോഷണൽ ഡിറ്റർമിനൻസ്. ഇമോഷൻസ് ആർ കൺസിഡർഡ് ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റി ഡിറ്റർമിനൻസ് ബിക്കോസ് ദേ അഫക്ട് പേഴ്സണൽ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്. ഇമോഷൻ നമ്മുടെ വൈകാരികമായ ഘടകങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇമോഷൻസിൽ ഡോമിനന്റ് ഇമോഷൻസ് ഉണ്ടാവും, ഇമോഷണൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ, ഇമോഷണൽ ഡിപ്രിവിയേഷൻ, എക്സസീവ് ലവ് ആൻഡ് അഫെക്ഷൻ, ഇമോഷണൽ എക്സ്പ്രഷൻസ്, ഇമോഷണൽ കഥാർസിസ് ആൻഡ് ഇമോഷണൽ സ്ട്രെസ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, വളരെ ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി എഫക്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഒന്നാമെന്ന് വെച്ചാൽ ഡോമിനന്റ് ഇമോഷൻസ്. ഇപ്പൊ നമുക്കറിയാം ചിലപ്പം ചില സെലിബ്രേഷൻസിന്റെ അകത്ത് ദീസ് ആർ ദ പ്രിവൈലിംഗ് ഇമോഷൻസ് ഓൺ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസ് അറ്റ് എ പർട്ടിക്കുലർ മൊമെന്റ് ഓർ കൺസിസ്റ്റന്റ്ലി ഇൻ സർട്ടൻ സിറ്റുവേഷൻ. ദേ കാൻ ഇൻഫ്ലുവൻസ് തോട്ട്സ്, ബിഹേവിയേഴ്സ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഹാപ്പിനെസ് എ സെലിബ്രേറ്ററി എൻവയോൺമെന്റ്, ഫിയർ ഡ്യൂറിംഗ് എ ത്രെട്ട്. അപ്പൊ ഭയങ്കരമായിട്ട് ഓവറായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹാപ്പിനെസ് ഉണ്ടാവും, ചില സമയത്ത് ഭയങ്കരമായ പേടി ഉണ്ടാവും. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ഡോമിനന്റ് ഇമോഷൻസ് ഹെൽപ്പ് ഇൻ ഇമോഷണൽ റെഗുലേഷൻ ആൻഡ് ബിൽഡിംഗ് സെൽഫ് അവയർനെസ്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഡോമിനന്റ് ഇമോഷൻസ് ആ രീതിയിലേക്ക് നമുക്ക് എന്താണോ നമ്മുടെ ഡോമിനന്റ് ആയിട്ടുള്ള ഇമോഷൻസ് അത് നമ്മുടെ പേഴ്സണാലിറ്റിനെ കാര്യമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ എന്ത് ഇമോഷണൽ ബാലൻസ് ചെയ്യാൻ പറ്റുക, ദ എബിലിറ്റി ടു മെയിൻറ്റെയിൻ എ സ്റ്റേറ്റ് ഓഫ് ഇമോഷണൽ സ്റ്റെബിലിറ്റി, അവോയ്ഡിങ് എക്സ്ട്രീം ലൈക്ക് ഓവർവെൽമിംഗ് സ്ട്രെസ് ഓർ എക്സസീവ് യൂഫോറിയ. അപ്പൊ നമുക്ക് ഭയങ്കരമായ എക്സസ് ആയിട്ടുള്ള സന്തോഷം, എക്സസ് ആയിട്ടുള്ള സങ്കടവും അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് സാധ്യതയുണ്ട്. ആ ഇമോഷണൽ ഡിപ്രിവിയേഷൻ, ചില സ്റ്റേറ്റ് വേർ ഇൻഡിവിജ്വൽ ലാക്സ് ദ ഇമോഷണൽ നർച്ചറിങ് ഓർ സപ്പോർട്ട് ദേ നീഡഡ്, ഓഫൺ ലീഡിങ് ടു ഫീലിംഗ്സ് ഓഫ് എംപ്റ്റിനെസ് ഓർ നെഗ്ലക്ട്. പലപ്പോഴും എന്ത് ചെയ്യുന്ന ചൈൽഡ്ഹുഡിലൊക്കെ ഉണ്ടാവുന്ന സ്നേഹത്തിന്റെ നിരാസം അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് കിട്ടാത്ത ഒരു കുഞ്ഞിനെ നമ്മൾ പലപ്പോഴും പഠിക്കുന്നതൊക്കെ എന്താ വെച്ചാൽ ഏർലി ചൈൽഡ്ഹുഡിൽ കുട്ടികൾക്ക് കിട്ടുന്ന ആ ഇമോഷണൽ സപ്പോർട്ടാണ് അവരുടെ ലേറ്റർ ലൈഫിന്റെ അവരുടെ മൊത്തം ബിഹേവിയറിനെ സ്വാധീനിക്കുന്നതെന്ന് പറയും. അപ്പൊ നമ്മളിപ്പോ കുഞ്ഞിനൊക്കെ അതുകൊണ്ടാണ് കുട്ടികളുടെ റൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ പ്രധാനമാണ് ഏത് ക്രൈമിനാണ്. പക്ഷെ നമ്മളിപ്പോഴും എന്ത് ചെയ്യുന്നു, 18 വയസ്സായ ആളുകൾക്ക് ക്ലാസ് കൊടുത്ത് മാറ്റാൻ ശ്രമിക്കും. പക്ഷെ ഈ ഇവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഏറ്റവും ഏർലി പീരീഡിൽ അവർക്ക് എന്ത് ചെയ്യുന്നു, കിട്ടേണ്ട കെയറും അഫെക്ഷനും സപ്പോർട്ടും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുള്ളൂ. ഒരുപാട് സ്റ്റഡീസ് ആ മേഖലയിൽ നടക്കുന്നുണ്ട്.
അപ്പൊ അതുകൊണ്ടാണ് പുറത്തൊക്കെ കുട്ടികളുടെ റൈറ്റ്, അവകാശം സംരക്ഷിക്കുക എന്ന് പറയുന്നത്, കുട്ടികളെ ചീത്ത പറയുന്നതിനും, അല്ല കുട്ടികൾക്ക് ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ 1 വയസ്സുള്ള ഒരു കുട്ടീന്റെ അടുത്ത് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് ആളുകൾ, നമ്മൾ അറിയാം മറ്റേടത്തൊക്കെ പോയി കഴിഞ്ഞാൽ, നെതർലാൻഡ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ പാരന്റ്സ് കുട്ടികളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സ് ജയിലിൽ പോകേണ്ടി വരും. കാരണം അതെന്തുകൊണ്ട് ആ കുട്ടി ഒരു ക്രിമിനൽ ആയിട്ട് വളർന്നു വരണോ, കുട്ടി ഒരു അസറ്റായിട്ട് വളർന്നു വരണോ തീരുമാനിക്കുന്നത് ആ 1 വയസ്സുള്ളയും 6 മാസമൊക്കെ ഉള്ള സമയത്താണ്. നമ്മൾ വിചാരിക്കും ആ സമയത്തൊന്നും കുട്ടിയില്ലാന്നിരിക്കും. ഒരു കുട്ടി അമ്മ പാല് കൊടുക്കുന്ന സമയത്ത്, അമ്മയുടെ കണ്ണിലേക്ക് നോക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് അവിടുന്ന് കിട്ടുന്ന ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ആണ് ലൈഫ് ലോങ് ആയിട്ട് ആ വ്യക്തിക്ക്, ആ കുട്ടിയുടെ എന്ത് ചെയ്യുക, ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ബാലൻസിനെ സ്വാധീനിക്കുന്ന പറയുന്നത്. അപ്പൊ അത് ഡിപ്രൈവ് ചെയ്താൽ അമ്മ പെട്ടെന്ന് പാനിക്കാണ്, അമ്മയെ അച്ഛനെ പേടിച്ച് തല്ലു കൊടുക്കുന്ന ഒരു ഇടത്താണ്. അപ്പൊ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കാൻ നേരല്ല, അല്ലെ പണിയുടെ സ്ട്രെസ്സിന്റെ ഇടയിലാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആ കുട്ടി എപ്പോഴും എന്ത് ചെയ്യുന്നു, പാനിക്കാവും. അപ്പൊ ഈ രീതിയിലേക്ക് ഇമോഷണൽ ഡിപ്രൈവിയേഷൻ എന്ത് ചെയ്യുന്നു, പേഴ്സണാലിറ്റിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. എക്സസീവ് ലവ് ആൻഡ് അഫെക്ഷൻ, ഭയങ്കര കെയർ, ഭയങ്കര പ്രൊട്ടക്ഷൻ ഉള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നതാണ്, അവർക്ക് ഭയങ്കരമായിട്ടുള്ള എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിലേക്ക് പ്രശ്നം ഉണ്ടാവും. ദിസ് ഓൾസോ എ സൈക്കോളജിക്കൽ നെഗറ്റീവ് ഇഫക്ട്. Sigmund Freud earlier cautioned that too much parental love and affection awakens a disposition for neurotic disorder, spoils the child and makes the individual problematic adolescent. അപ്പൊ എന്തെന്ന് വെച്ചാൽ അത് ഭയങ്കര കെയർ, എപ്പോഴും ഇങ്ങനെ കെയർ ചെയ്യുക, എപ്പോഴും അവിടെ വീടരുത്, അങ്ങോട്ട് പോരുത്, ഇങ്ങോട്ട് പോരുത്, എല്ലാം ഇങ്ങനെ എല്ലാത്തിനും ചെയ്തു കൊടുക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് അവർക്ക് മെന്റൽ ഡിസോർഡറിന്റെ അവസ്ഥയിലേക്ക് മാറുമെന്നാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. Strucker has pointed out that excessive mothering, that is overprotective mothers, turn their sons and daughters into immature and ഡിപ്പെൻഡന്റ് അഡൾട്ട്സ്. പലപ്പോഴും നമ്മൾ ഇമ്മച്യൂർ ആയിട്ടുള്ള ഡിപ്പെൻഡന്റ് ആരെ ആശ്രയിക്കുന്നതിന് കാരണം വെച്ചാൽ എല്ലാം ചെയ്തു കൊടുക്കുന്ന അമ്മമാര്. ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാര് വിളിച്ചിട്ടാണ് ചോദിക്കുക, അയ്യോ അവരെ പഠിക്കണ്ടേ, അവരെ പഠിപ്പിക്കണ്ടേ, ഇരുത്തി പഠിപ്പിക്കണ്ടേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാർ. അത് ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. ഈ പറയുന്ന രീതിയിലേക്ക് മദേഴ്സ് ഒക്കെ അത്രയും കൺസേൺ ആവുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവർക്ക് ഒരിക്കലും അവരുടെ പേഴ്സണാലിറ്റി സെൽഫ് ആയിട്ട് ഡെവലപ്പ് ചെയ്യില്ല. അപ്പൊ നമ്മൾ ഒരു പ്ലാവില് പെറുക്കാനായ ആള് ആ പ്ലാവില് പെറുക്കിക്കൊണ്ട് തന്നെ വരണം. അവർക്ക് അത് പ്ലാവില് നമ്മൾ പെറുക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ശരിയാ യഥാർത്ഥത്തിലുള്ള ഒരു കാര്യമല്ല എന്നതാണ്. എക്സസീവ് ലവ് ആൻഡ് അഫെക്ഷൻ ദാറ്റ് നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. ഇമോഷണൽ എക്സ്പ്രഷൻ എന്നും, അപ്പൊ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇമോഷണൽ എക്സ്പ്രഷൻ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഷെയറിംഗ് ഹൗ ഇൻഡിവിജ്വൽസ് പെർസീവ് themselves and interact with others. ഇമോഷൻ എക്സ്പ്രസ് ചെയ്യണം സോളിഡ് അപ്രൂവ്ഡ് വേസ്. ഇൻഡിവിജ്വൽസ് റിസീവ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ഫോസ്റ്ററിംഗ് എ ഫേവറബിൾ സെൽഫ് ഇമേജ് ആൻഡ് ട്രേറ്റ്സ് ലൈക്ക് കോൺഫിഡൻസ് ആൻഡ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. നമുക്ക് കരച്ചിൽ വരുമ്പോൾ കരയുക, ചിരിക്കാൻ തോന്നി, ചിലർ കരച്ചിൽ വരുമ്പോൾ ചിലപ്പോൾ കരയില്ല. അപ്പൊ പലപ്പോഴും നമ്മുടെ ജെൻഡർ റോൾസിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം പുരുഷന്മാർക്ക് അറിയാൻ പാടില്ല. അപ്പൊ പലപ്പോഴും അത് അവർ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് അവർ പോകും. കരയാൻ തോന്നി പൊട്ടിക്കരയണം, ചിരിക്കാൻ തോന്നി ചിരിക്കുക, അല്ല ദേഷ്യം പിടിക്കണം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം പിടിക്കണ്ടേ. ചിലപ്പോൾ നമ്മളൊക്കെ പിടിച്ചു വെക്കുമ്പോൾ ആ ഇമോഷണൽ എക്സ്പ്രഷന് സ്വാചര്യം ഇല്ലാത്തിടത്ത് പേടിച്ച് വിറച്ചിട്ട്, ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആകുന്ന സമയത്ത് പ്രത്യേകിച്ച് അങ്ങനെ വരുന്ന കുട്ടികൾക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. അത് അവർക്ക് കരയണം, ചിലപ്പോൾ കരയേണ്ട സമയത്ത് കരയേണ്ടി വരും, കരയട്ടെ. അപ്പൊ നമ്മൾ പറയും ചിലപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കരയരുത്, അങ്ങനെ പിടിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ടുള്ള രീതിയിലേക്ക് സ്ട്രെസ്ഫുൾ ആവുകയും അവരുടെ പേഴ്സണാലിറ്റിനെ അത് ബാധിക്കുകയും ചെയ്യും. Healthy expressions that promotes physical and mental well-being by restoring homeostasis and alleviating stress and enhancing resilience. Conversely, suppressing or mismanaging emotions can disrupt social relationship, lead to negative self-perceptions and harm overall health. I mean, emotional catharsis. Emotional catharsis, release of unexpressed emotions, also contribute to the development of good adjustment. Release of pent-up emotions, always for physical and mental homeostasis to be catharsis. നമ്മളിങ്ങനെ പിടിച്ച് അടക്കി വെച്ച സാധനങ്ങൾ പൊട്ടിത്തെറിക്കുക. അപ്പൊ ചില ആളുകൾക്ക് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സ്ട്രെസ് വരുമ്പോൾ പാത്രങ്ങളൊക്കെ എറിഞ്ഞുടക്കും. ആ എറിഞ്ഞുടച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റിലാക്സ് ചെയ്യും. ഇപ്പൊ സൈക്കോളജിസ്റ്റ് ഒക്കെ ചിലപ്പോൾ ഭയങ്കരമായ സ്ട്രെസ്സുമായിട്ട് ആളുകൾ ചെന്ന് കഴിഞ്ഞാൽ പറയും, നിങ്ങൾക്ക് ദേഷ്യമുള്ള ആളുകളുടെ പിടിച്ചിട്ട് അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയും. അപ്പൊ അങ്ങനെ അടിക്കും, അത് ആ എക്സ്പ്രസ് ചെയ്യും, ആ ദേഷ്യം. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഫ്രീ ആവും, റിലീസ് ചെയ്യും. അപ്പൊ നമുക്കറിയാം മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ഒരു പടത്തിന്റെ അകത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആ പറയുന്ന ഇയാളെ കാരണവരെ കൊല്ലുക. ആ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കഥാർസിസ് ആണ്. അത് ആ എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ റിലാക്സ് ചെയ്തിട്ട് ആ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ അകത്തുനിന്ന് മാറുക എന്നുള്ളതാണ്. പിന്നെ ഇമോഷണൽ സ്ട്രെസ്, the pressure or strain resulting from overwhelming emotions, often due to challenging circumstances or unmet emotional needs. പലപ്പോഴും ഫാമിലിന്റെ അകത്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട റീസൺ എന്താ വെച്ചാൽ ഇമോഷൻസ് ഒന്നും അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് കഴിഞ്ഞാൽ മിണ്ടരുത്, അപ്പുറത്ത് കേൾക്ക് ഇപ്പുറത്ത് കേൾക്ക്, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ. അതേസമയം പണ്ടൊക്കെ ആളുകൾ എന്ത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പരസ്പരം ഭയങ്കര ചീത്തൊക്കെ പറയും. അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ രീതിയിലേക്ക് സ്ട്രെസ് ഒന്നും ഇല്ലാണ്ട് വരും. അപ്പൊ അങ്ങനെ ആ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നത്, ഇമോഷണൽ സ്ട്രെസ് വല്ലാത്ത രീതിയിലേക്ക് നമ്മളെ പേഴ്സണാലിറ്റിനെ ബാധിക്കും. പിന്നെ സെൽഫ് ഡിസ്ക്ലോഷർ, പിന്നെ നമ്മൾ ആരോടെങ്കിലും നമ്മൾ തുറന്നു പറയാം.
ഭയങ്കരമായിട്ട് നമുക്ക് അടുപ്പമുള്ള ആൾക്കാരെ സെൽഫ് ഡിസ്ക്ലോസ് ചെയ്യാം. അത് അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ ആളുകളുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും തന്നെ കുറച്ചുകൂടി റിലാക്സ് ചെയ്യും. ചിലപ്പോൾ പലപ്പോഴും നമുക്ക് ശരിക്കും ഈ പള്ളിയിലച്ഛൻ്റെ ഒക്കെ അടുത്തൊക്കെ പോയി കുമ്പസാരമൊക്കെ ചെയ്യുന്നതൊക്കെ സെൽഫ് ഡിസ്ക്ലോഷർ, നമ്മളൊരു പാപം ചെയ്തു പറയാം, മറ്റൊരാളൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പ്രയറിന്റെ അകത്ത് നിന്നൊക്കെ നമുക്ക് പേഴ്സണാലിറ്റി, ഒരു വ്യക്തിക്കും ഒരു വിശ്വാസമൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് ആശ്വാസം കൊടുക്കുന്ന വെച്ചാൽ അവിടെ പോയിട്ട് നമുക്ക് ആരോടും പറയാനുള്ളതൊക്കെ അവിടെ ഡിസ്ക്ലോസ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സുഹൃത്ത് കൗൺസിലിങ്ങിലൊക്കെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നല്ലൊരു സുഹൃത്ത് എന്നുള്ള രീതി അവിടെ മറ്റാരോടും പറയില്ല. കൗൺസിലിംഗ് സീക്രട്ട് പുറത്താരോടും പറയരുതല്ലോ. അപ്പൊ ഇതൊരു സെൽഫ് ഡിസ്ക്ലോഷറിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ അത് അതിനേക്കാൾ വലിയ രീതിയിൽ പേഴ്സണാലിറ്റി പ്രശ്നത്തിലേക്ക് നയിക്കും. പിന്നെന്താ, the effective of self-disclosure depends on reciprocity, meaning that both parties share information in a balanced way. അല്ലാണ്ട് ഇപ്പൊ ഈ രണ്ടാൾക്കാരും അങ്ങോട്ട് പറയട്ടെ, ഒരാൾ എന്നെ പറയും, മറ്റാളത് കേട്ട നാട്ടിൽ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ആയിട്ടാണ് ബാധിക്കുക. പിന്നെ ആസ്പിറേഷൻ ആൻഡ് അച്ചീവ്മെന്റ്, ഒരാളുടെ ആസ്പിറേഷൻ ലെവൽ, അയാൾക്ക് എന്താണ് എത്തേണ്ടത്, അയാളുടെ ഒരു ലെവൽ, അയാൾക്ക് എന്ത് എത്തണം എന്നുള്ള അയാളുടെ ഒരു ആസ്പിറേഷൻ ലെവലും അയാളുടെ അച്ചീവ്മെന്റും, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്തെന്ന് വെച്ചാൽ അയാളുടെ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിന് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം നമുക്കൊരു ആസ്പിറേഷൻ, നമുക്ക് എന്തെങ്കിലും ആവണം എന്നുള്ള ഒരു ആസ്പിറേഷൻ ലെവൽ ഉണ്ടാവണം. ലോങ് സ്ട്രൈവിംഗ് ഫോർ സംതിങ് ഹയർ ദാൻ വൺസ് പ്രസന്റ് സ്റ്റാറ്റസ്. പലപ്പോഴും നമുക്കറിയാം, ഇപ്പൊ ട്രൈബൽ സെറ്റിങ്ങിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡ്രോപ്പ് ഔട്ട് ആവും. അപ്പൊ നമ്മൾ പറയും ഇവരൊന്നും പഠിക്കാൻ വരുന്നില്ല, ഇവർക്ക് എന്ത് കൊടുത്തിട്ട് കാര്യമില്ല പോകുന്നത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ആ ഒരു ആസ്പിറേഷൻ ലെവലില്ല. അവര് ചുറ്റുവട്ടത്തുള്ള ആളുകളിൽ നമ്മൾ അതിന് പറയും എന്താന്ന് വെച്ചാൽ ഈ പ്രോക്സിമേറ്റ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയും. അവരുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളിൽ പലരും എന്ത് ചെയ്യുന്ന 10ാം ക്ലാസ് സ്കൂളിൽ പോലും പോവാത്തവരാണ്. അപ്പൊ അവിടെ വരുമ്പോൾ അവർക്ക് അതിനേക്കാൾ മുകളിൽ പോകാൻ ഒന്നുമില്ല. അതേസമയം IAS ഫാമിലി എന്ന് വന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അയാൾ കമ്പയർ ചെയ്യുന്ന IAS കാരനായിട്ടുള്ള ബ്രദറിനെയോ അല്ലെ അച്ഛനെയോ അമ്മേനോ ഒക്കെ ആയിരിക്കും. അപ്പൊ അതിന് മുകളിലേക്ക് അവർക്ക് പോകാനുള്ള ഒരു താല്പര്യമുണ്ട്. അപ്പൊ അത് അവരുടെ പേഴ്സണാലിറ്റിനെ, അവരുടെ തോട്ട്സിനെയും അവരുടെ ആക്ഷൻസിനെയും അവരുടെ സാധനത്തിനെയും അവരുടെ വ്യക്തിത്വത്തെ തന്നെ വല്ല കാര്യമായിട്ട് അവർ അതിന് വേണ്ടിയിട്ട് എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കാനൊക്കെ അവരെ സഹായിക്കും. അപ്പൊ അതിന് അച്ചീവ്മെന്റ്സ്, അപ്പൊ നമുക്ക് എപ്പോഴും തോറ്റോണ്ടിരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആൾക്ക് സെൽഫ് എസ്റ്റീമേ ഉണ്ടാവും. അത് എപ്പോഴും ജയിക്കുന്ന ആൾക്കും ഇതേപോലെ തന്നെ അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ജയിക്കുക. അതുപോലെ വളരെ ചൈൽഡ്ഹുഡ് തന്നെ, ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യുന്ന വലിയ രീതിയിലേക്ക് ഭയങ്കര അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടിയ ആൾക്കാർക്ക് പിന്നീട് ഒന്നും നേടാനുണ്ടാവില്ല. അവരുടെ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്ന ഈ അച്ചീവ്മെന്റ്സ് നമ്മൾ പോസിറ്റീവായി ഇതാക്കും. പക്ഷെ ഓവർ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് നേടാനുള്ള രീതിയിൽ ഒരു ശൂന്യതയിലേക്കും അത് നമുക്ക് എന്ത് ഒന്നിനും താല്പര്യമില്ലാതെ ഒക്കെയുള്ള രീതിയിലേക്കൊക്കെ നയിക്കും. അപ്പൊ എന്താ വെച്ചാൽ there may be various forms of aspirations such as positive aspirations to achieve success, negative aspiration to avoid failures. ചില ആൾക്കാർ എങ്ങനെ തോക്കാണ്ടിരിക്കാൻ, എനിക്ക് തോക്കാനേ പറ്റില്ല, എനിക്ക് തോക്കുവാൻ പറ്റില്ല. ചില ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ അച്ചീവ്, നമുക്ക് നേടണം, ചെയ്യാൻ പറ്റും, എനിക്കൊരു ആസ്പിറേഷൻ ലെവൽ അതിലേക്ക് എത്തണം എന്നു. ചിലരെന്തെങ്കിലും എനിക്ക് തോക്കാൻ, ഞാൻ തോറ്റോ ഞാൻ ആകെ തകർന്നു പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് അപ്പത്തെ ജലസാവും, മറ്റൊരു ജയിച്ചവരായിട്ട് ജലസാ. അപ്പൊ ഈ ആസ്പിറേഷൻ ലെവൽസ് പലതരത്തിലുള്ള ആസ്പിറേഷൻ ലെവൽസും ഉണ്ട്. റിയലിസ്റ്റിക് ആസ്പിറേഷൻ ഉണ്ട്, എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പോസിറ്റീവ് ആസ്പിറേഷൻ ഉണ്ട്, നെഗറ്റീവ് ആസ്പിറേഷൻ ഉണ്ട്, റിയലിസ്റ്റിക് ആസ്പിറേഷൻ ഉണ്ട്, അൺറിയലിസ്റ്റിക് ആസ്പിറേഷൻസ് ഉണ്ട്, റിമോട്ട് ആസ്പിറേഷൻസ് ഉണ്ട്, അതുപോലെ ഇമ്മീഡിയറ്റ് ആസ്പിറേഷൻസ് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ അച്ചീവ് എ ഗോൾ ഇൻ നിയർ ഫ്യൂച്ചർ. അപ്പൊ ഈ പറയുന്ന രീതിയിലേക്ക് ഇത് എന്താ വെച്ചാൽ ഇമ്മീഡിയറ്റ് ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾ ഇമ്മീഡിയറ്റ് നിയർ ഫ്യൂച്ചറിൽ ഇതാക്കുന്നത്, കുറെ കാലം കഴിഞ്ഞ് നേടേണ്ടതിനെ കുറിച്ചുള്ള ആസ്പിറേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ റിമോട്ട് ആസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻ ജനറൽ റിമോട്ട് ആൻഡ് റിയലിസ്റ്റിക് ആസ്പിറേഷൻ ഡു പ്രൊവൈഡ് സ്ട്രോങ്ങർ മോട്ടിവേറ്റിംഗ് ഫോഴ്സസ് ദാൻ ഇമ്മീഡിയറ്റ് ആൻഡ് അൺറിയലിസ്റ്റിക് ആസ്പിറേഷൻസ്. നെഗറ്റീവ് ആസ്പിറേഷൻസ് ആർ കൺസിഡർഡ് വീക്കർ in providing motivating strength and positive aspirations. പിന്നെ എന്താണ്, the discrepancy between the goal and individuals have achieved are the goals the person hopes to reach affects the person. അപ്പൊ ഗോൾസ് അച്ചീവ്മെന്റ്, ഗോൾസ് സെറ്റ് ചെയ്യാന്നുള്ളത് അയാളുടെ ലക്ഷ്യം, ഒരു ലക്ഷ്യം ഉണ്ടാവുക. ടേം ആൻഡ് സൈസ് ഓഫ് ദ ഡിസ്ക്രിപ്പൻസി വെൻ സൈസ് ഓഫ് ദ ലാർജ് സെൽഫ് കൺസെപ്റ്റ്. എന്താ പറയുക, നമ്മളൊരു ലക്ഷ്യം, നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യം അല്ലൊരു ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾ അൺറിയലിസ്റ്റിക് ആണെങ്കിൽ, എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഗോൾ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ചാടിക്കളിച്ച് കഴിഞ്ഞാൽ അൺറിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഞാൻ പഠിച്ചിരിക്കുന്ന ഇക്കണോമിക്സ്, ഞാൻ വിചാരിക്കും എനിക്ക് ഡോക്ടർ ആവണം എന്ന് ഞാൻ വിചാരിക്കുക, എനിക്ക് നടക്കില്ല. അത് നടക്കാന്ന് പറഞ്ഞാൽ നടക്കണം എന്നുണ്ടെങ്കിൽ വേറെ കുറെ സാധനങ്ങളുണ്ട് റിയലിസ്റ്റിക്. അപ്പൊ അവിടെ എനിക്ക് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനം എന്താ, എനിക്ക് വേണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ പഠിച്ചിട്ട് എന്റേതായ രീതിയിലേക്ക് അതിനെ പോവാം, അല്ല എനിക്ക് വേണേൽ മറ്റേതെങ്കിലും സാധനങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പൊ റിയലിസ്റ്റിക് ഗോളിലേക്ക് നമുക്ക് എത്താം. അപ്പൊ ആ രീതിയിലേക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഗോൾ സെറ്റിങ്ങിന്റെ അകത്ത് ഈ രീതിയിലേക്കുള്ള ഒരു സാധനം നമ്മുടെ പേഴ്സണാലിറ്റിനെ വളരെയധികം സ്വാധീനിക്കും. സെൽഫ് കൺസെപ്റ്റ് ഈസ് സിവിയർലി ഡാമേജ് എസ്പെഷ്യലി ഇഫ് ദ പേഴ്സൺ ഫെയിൽ ടു അച്ചീവ് ദ ഗോൾ. അപ്പൊ ഒരാൾക്ക് ഗോൾ സെറ്റ് ചെയ്തതിൽ അയാൾക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ അയാൾക്ക് ആകെ നിരാശയാവും. അപ്പൊ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അയാളുടെ കഴിവ് എന്താണ്, ആ വ്യക്തിയുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പിറേഷൻ ലെവൽ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ഗോൾ ആണെങ്കിൽ, അയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾ ആണെങ്കിൽ, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ ആണെങ്കിൽ,
ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, നമുക്ക് റിമോട്ട് ഗോൾ ചെയ്യാം. കുറെ കാലം കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ ആയിത്തീരണം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പൊ നിയർ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നാളെ എനിക്ക് എന്ത് ചെയ്യണം, ഈ രീതിയിലേക്കൊക്കെ ഗോൾ സെറ്റ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് പറ്റാത്ത, എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ഗോളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫെയിലിയർ ആവും, തീർച്ചയായിട്ടും ഫെയിലിയർ അൺറിയലിസ്റ്റിക് ആണ് അത്. അങ്ങനെ ഫെയിലിയേഴ്സ് എന്ത് ചെയ്യുന്ന നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ വല്ലാതെ തകർക്കും. അപ്പൊ അതുപോലെ തന്നെ research studies have also shown that high aspirations are not necessarily a source of damage to the self-concept. They may be a source of motivation and pleasure. They may be a kind of wishful thinking that will not cause any damage to personality so long as it remains as a form of fun and play. അപ്പൊ നമുക്ക് വലിയ ആസ്പിറേഷൻ ലെവലൊക്കെ വെക്കാം, പക്ഷെ നമുക്ക് അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോഷമൊന്നും ചെയ്യില്ല. പക്ഷെ അതിനെ പ്ലേഫുൾ ആയിട്ട് ഫണ്ണി ആയിട്ട് എടുക്കണം. എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ തോറ്റു പോകുന്നതിൽ ഭയമുള്ള നെഗറ്റീവ് ആസ്പിറേഷൻ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. കിട്ടിയിട്ടില്ല, അത് അടുത്തതൊന്നും, ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ ഒന്നും എന്ന് പറയുന്ന രീതിയിൽ. പക്ഷെ അത് നമുക്ക് ഒരു ഗോൾ ഉണ്ടായിരിക്കണം, എന്നാലും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. കിട്ടിയില്ല, പ്രശ്നമില്ല, നമുക്ക് ആ രീതിയിലേക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാണെങ്കിൽ അത് വളരെ പോസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. പിന്നെ അച്ചീവ്മെന്റ്സ്, നമുക്ക് നമ്മുടെ അച്ചീവ്മെന്റ്സ്, ആസ്പിറേഷൻസ്, achievements and another related factor that determine the development of personality. Achievements can be evaluated objectively by comparing one's performance with those of one's peers. ഇപ്പൊ അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നിന്റെ അടുത്തുള്ള കുട്ടി, നിന്റെ കൂട്ടുകാരൻ ഇത്ര മാർക്ക് കിട്ടി, നിനക്ക് കിട്ടിയില്ല, ഇങ്ങനെ ഒബ്ജക്റ്റീവ് ആയിട്ട്. അതേസമയം എന്ത് ചെയ്യുന്നു, നമ്മൾ സെറ്റ് ചെയ്ത് ഇത്രയേ ഉള്ളൂ, നീ ഒന്ന് ജയിച്ചിട്ടണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ, അപ്പൊ നിനക്ക് ഇത്ര മാർക്ക് കിട്ടി. അപ്പൊ ആ രീതി അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗോളുമായി ബന്ധപ്പെട്ടിട്ടാണ് അച്ചീവ്മെന്റ്സ്. സക്സസ് എന്ന് പറയുന്ന ഒരു സാധനം എന്ത് ചെയ്യും, നമ്മുടെ ഗോളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ചിലപ്പോൾ ഒരാൾ പരീക്ഷ എഴുതി തോറ്റാലും അയാൾ സക്സസ് ആയിരിക്കും. കാരണം അയാൾ വിചാരിക്കുക, ഞാൻ കുറച്ച് പഠിച്ചല്ലോ, ഇനി അടുത്ത പ്രാവശ്യം എനിക്ക് എഴുതാം, ഞാൻ പരീക്ഷ എഴുതുന്നേ വിചാരിച്ചിട്ടുള്ളൂ, ചിലപ്പോൾ തോറ്റേക്കാം. അപ്പൊ അങ്ങനെ വിചാരിക്കും അത് സക്സസ് ആണ്. ചിലപ്പോൾ ഒരാൾ പരീക്ഷ എഴുതി, എനിക്കറിയാം എൻ്റെ ഒരു ബന്ധത്തിലൊരു കുട്ടിയുണ്ട്, സെക്കൻഡ് ഇപ്പൊ ബോർഡ് എക്സാം സ്റ്റേറ്റ് ലെവലിലുള്ള എൻട്രൻസ് എക്സാമിന്, മെഡിസിൻ എൻട്രൻസിന് സെക്കൻഡ് റാങ്ക് ആയിട്ട് സൂയിസൈഡ് ചെയ്തു. കാരണം ഫസ്റ്റ് റാങ്ക് പ്രതീക്ഷിച്ചത്, സെക്കൻഡ് റാങ്ക് ആയപ്പോൾ സൂയിസൈഡ് ചെയ്തു. ആ സക്സസ് ഫെയിലിയർ ആണ്. അപ്പൊ ആ രീതിയിൽ അച്ചീവ്മെന്റ്സിന്റെ തലം തന്നെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോളുമായിട്ട്, അല്ലെങ്കിൽ അത് ഒബ്ജക്ടിവിറ്റി മറ്റുള്ളവരുമായിട്ടല്ല, നമ്മളുടെ ഗോളുമായി ലിങ്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ അത് സബ്ജക്റ്റീവാണ്, ആത്മനിഷ്ഠമായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് അച്ചീവ്മെന്റ്സിനെ കാണാം. സക്സസ് ആൻഡ് ഫെയിലിയർ ആർ ദ ടു ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് എ പേഴ്സൺ ടുവേർഡ്സ് അച്ചീവ്മെന്റ്. അപ്പൊ അച്ചീവ്മെന്റിന്റെ രണ്ട് ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ്സ് ആണ് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സമീപനമാണ്, അല്ലെങ്കിൽ മനോഭാവമാണ് എന്ത് സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ സക്സസ് എന്ന് പറയുന്ന സാധനം പേഴ്സണലി പ്ലീസ്ഡ് വിത്ത് വൺ ഓൺ അച്ചീവ്മെന്റ്, ദ അച്ചീവ്മെന്റ് വിൽ ബി കൺസിഡേർഡ് ആസ് എ സക്സസ്. അപ്പൊ അയാൾ പ്ലീസ് ചെയ്യണം, അയാളുടെ അച്ചീവ്മെന്റ് പ്ലീസ് ചെയ്യാം. ചിലപ്പോൾ തോറ്റിട്ടാവും. അപ്പൊ നമുക്കറിയാലേ, ചിലപ്പോൾ ചിലവരുണ്ടാക്കിയ നന്നാവും, ചിലവരുണ്ടാക്കാൻ നന്നാകില്ല, എന്റേത് നന്നായില്ല എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് അല്ല, സക്സസ് ആണ്. കാരണം അതിനകത്ത് ഇന്നത് ഫെയിലായി, പക്ഷെ അത് ഇനി അടുത്ത് നന്നാവും. അവ എനിക്ക് ശരിയായില്ല, എന്റെ ശരിയായില്ല, അപ്പുറത്തൊക്കെ ശരിയാക്കി എന്ന് പറഞ്ഞിട്ട് ആ ഫെയിലിയറിന്റെ അകത്ത് വരുന്ന സാധനം എന്താ, അതിന്റെ അകത്ത് നമ്മൾ എത്ര ചെയ്തു കഴിഞ്ഞാലും ആ രീതിയിലേക്ക് വരുന്ന സമയത്ത് അതൊരു ഫെയിലിയർ ആയിട്ടാണ് അല്ലെങ്കിൽ സക്സസ് അല്ല. സക്സസും ഫെയിലിയർ എന്ന് പറയുന്ന സാധനം ഒരു ആറ്റിറ്റ്യൂഡ് ആയിട്ടാണ് കാണുന്നത്. സക്സസ് എൻഹാൻസ് സെൽഫ് കൺസെപ്റ്റ്സ് ഓഫ് ഇൻക്രീസ് ദ പേഴ്സൺസ് പ്രസ്റ്റീജ് ഇൻ ദ ഐസ് ഓഫ് അതേഴ്സ്. സക്സസിലൂടെ, നമ്മൾ വിജയിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വലിയ ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അതാണ് ഞാൻ പറഞ്ഞത്, ഈ സക്സസ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും വലിയ രീതിയിലേക്ക് അച്ചീവ് ചെയ്ത കുട്ടികൾ വലിയ പ്രശ്നക്കാരായിട്ട് മാറിയിട്ടുണ്ട്. കാരണം അവർക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വലിയ പ്രശ്നമായിട്ട് മാറാറുണ്ട്. ഫെയിലിയർ ഈസ് അനദർ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് അച്ചീവ്മെന്റ്. ഇറ്റ് ഈസ് ഓൾവേസ് ഈഗോ ഡിഫ്ലേറ്റിംഗ്. അപ്പൊ എപ്പോഴും തോറ്റോണ്ടിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആൾക്ക് ഇതാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ടോട്ടോ ചാനൊക്കെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ടോട്ടോ ചാനൊക്കെ ഗെയിംസ് ഒക്കെ വെക്കുമ്പോൾ, അതിന് ടോട്ടോ ചാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, അതിനകത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കാലിന് തീരെ നീട്ടം കുറഞ്ഞ കുട്ടികൾക്ക് അവർക്ക് മാത്രം ജയിക്കാൻ പറ്റുന്ന ചില പ്ലേസ് നമ്മൾ വെക്കും, കളികൾ വെക്കും. അപ്പൊ അവിടെ ആ കുട്ടി ജയിക്കും, ആ കളിയിലെങ്കിലും ജയിക്കും, ബാക്കിയുള്ള ഇടങ്ങളിൽ ഒന്നും ജയിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ സിസ്റ്റത്തിന്റെ അകത്ത് നമ്മൾ എല്ലാവർക്കും ഒരേ ഗെയിംസ്, കുറച്ചു പേർക്ക് മാത്രം ജയിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് നമ്മളുടെ എല്ലാ സിസ്റ്റവും. അപ്പൊ ആ രീതിയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്ന, അതൊക്കെ പല കുട്ടികളുടെയും പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്കും അല്ലെങ്കിൽ ഡെവലപ്മെന്റിനൊക്കെ കാര്യമായിട്ട് ബാധിക്കും. ഇനി മൂന്നാമത്തെ ഒരു ഘടകം എന്ന് പറയുന്ന സാധനം നമ്മൾ പറഞ്ഞു, ഒന്ന് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, രണ്ടാമത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, മൂന്നാമത് എൻവയോൺമെന്റ് ഫാക്ടേഴ്സിൽ ഒന്ന് സോഷ്യൽ അക്സെപ്റ്റൻസ്, മറ്റേത് സോഷ്യൽ ഡിപ്രിവിയേഷൻ, മൂന്നാമത് എഡ്യൂക്കേഷണൽ ഫാക്ടേഴ്സ്, ഫാമിലി ഡിറ്റർമിനൻസ്, ഇമോഷണൽ ക്ലൈമറ്റ് ഓഫ് ഹോം ആൻഡ് ഓർഡിനൽ പൊസിഷൻസ്, സൈസ് ഓഫ് ദ ഫാമിലി. ഈ പറയുന്ന സാധനം എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. സോഷ്യൽ ആക്സെപ്റ്റൻസ്, ഒരാള് സമൂഹത്തിന് എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, ആക്സെപ്റ്റൻസ്. ഒരു കുട്ടി, നമ്മളൊരു കുട്ടിയാണെങ്കിലും നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അപ്പൊ നമുക്കറിയാം, ചിലപ്പോൾ ഒന്നാമത്തെ കുട്ടി, ഒന്നാമത്തെ ഫസ്റ്റ് കുട്ടി, സെക്കൻഡ് ചൈൽഡും തേർഡ് ചൈൽഡും, ആ ചൈൽഡിന് കിട്ടുന്ന എങ്ങനെയാണ്, ആ കുട്ടിക്ക് എങ്ങനെയാണ്, ഏത് രീതിയിലേക്ക് പ്രിവിലേജ്. ചിലപ്പോൾ പലപ്പോഴും എന്ന് വെച്ചാൽ ഒന്നാമത്തെ കുട്ടി ഉണ്ടായി, രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ഒന്നാമത്തെ കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി മറ്റേനെയാണ് ശ്രദ്ധിക്കുന്നതൊക്കെയുള്ള രീതിയിലേക്കുള്ള. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കുട്ടിക്ക് ആ ഒരു ആക്സെപ്റ്റൻസ് പലപ്പോഴും ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങൾ ഇല്ലാണ്ടാവുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. പിന്നെ സോഷ്യൽ ഡിപ്രിവിയേഷൻ, സമൂഹത്തിൽ നിന്നുള്ള ശരിക്കുള്ള രീതിയിലേക്കുള്ള എന്താ പറയാ ഒരു ഘടകം. സോഷ്യലൈസേഷൻ്റെ അകത്ത് പലപ്പോഴും നമ്മൾ ഗ്രൂപ്പ് കൂട്ടാണ്ടിരിക്കുക, ആളുകൾ ചെല്ലുമ്പോൾ അവനെ കൂട്ടണ്ട, അവൻ അങ്ങനെയാണ്,
അല്ലെ അവന് കളിക്കാൻ അറിഞ്ഞുകൂടി, ഇങ്ങനെയൊക്കെ മാറ്റി നിർത്തുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വലിയ വലിയ രീതിയിലെ പ്രശ്നമാണ്. അപ്പൊ അതിന്റെ അകത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യുന്ന ഗ്രൂപ്പിൽ നന്നായിട്ട് ആഡ് ചെയ്യപ്പെടുന്ന കുട്ടികൾ എല്ലായിടത്തും വളരെ പ്ലസന്റ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ എഡ്യൂക്കേഷണൽ ഫാക്ടേഴ്സ്, പഠനത്തിന്റെ നിലവാരം. ഇപ്പൊ നമുക്ക് 1-ാം ക്ലാസ്സിൽ ഒരു അക്ഷരം ഒന്നും എഴുതാൻ പലപ്പോഴും ചില സ്ഥലങ്ങൾ തീരെ തിരിഞ്ഞു നോക്കാണ്ട് 1-ാം ക്ലാസ്സിലൊക്കെയുള്ള കുട്ടികൾ 2-ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന അവർക്കൊന്നും മനസ്സിലാവില്ല, 3-ലെത്തുമ്പോൾ തീരെ മനസ്സിലാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്ന അവര് പേഴ്സണാലിറ്റി ഡിസോർഡർ ബിഹേവിയർ മോശമായിട്ട് കാണിക്കാൻ തുടങ്ങും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 10-ാം ക്ലാസ് കൊണ്ടുപോയിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ നിൽക്കും. ശരിക്കും 10-ലൊന്നും നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്ത് അവർ തോൽക്കുകയാണെങ്കിൽ തോൽക്കണം. അവര് പഠിച്ചിട്ട് അവർക്ക് പഠിച്ചിട്ട് എഴുതുന്ന മാർക്ക് അവർക്ക് കിട്ടാവും. അത് 1-ാം ക്ലാസ്സിൽ കൃത്യമായി നമ്മൾ ചെക്ക് ചെയ്യണം. അതിനകത്ത് അവർ കറക്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെ ഇല്ലാത്ത രീതിയിലേക്ക് വരുന്ന സമയത്ത് പ്രശ്നമില്ല. ഈ പാർട്ട് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ സമയം ഉണ്ടാവില്ല, കാരണം അത് നിങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. സമയം ഇപ്പം 10 മണിയായി. എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ മകള് വരുമ്പോ എനിക്ക് അവളെ കൂട്ടാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി. അതുകൊണ്ട് ഇതിന് ചർച്ചയ്ക്കുള്ള സമയമുള്ളൂ. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ബാക്കി നമുക്ക് വേണമെങ്കിൽ അടുത്ത ദിവസത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിൽ നിങ്ങളൊക്കെ അതൊന്ന് വായിച്ചു നോക്കാം.